ഒന്നടങ്കം ആർത്ത് കൈയെടുത്ത് പിടിച്ചുകൊണ്ട് വരികയാണ്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ചാണ്ടിമോന് കൊടുക്കുന്ന ഈ സ്നേഹവും ചാണ്ടിമോന് കൊടുക്കുന്ന ഈ ഒരു അംഗീകാരവും അത് ഉമ്മൻചാണ്ടി സാറിനോട് നിങ്ങൾക്കുള്ള കരുതലും അദ്ദേഹത്തിന്റെ ആത്മാവിനോട് നിങ്ങൾ കാണിക്കുന്ന വലിയ നീതിയുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള പ്രവർത്തനം കേരളത്തിലെ ജനങ്ങൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ഒരു നല്ല നാളേക്ക് വേണ്ടി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര, ആ പുതുയുഗ യാത്ര ഇവിടുത്തെ ജനങ്ങളുടെ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ പോലും ആവേശം കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഭരണാധികാരിയുടെ ഭരണം ജനങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകുമെന്നുള്ളത് സ്പർശിച്ച് മനസ്സിലാക്കുവാൻ പറ്റിയുള്ള നേതാവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ. ഒരു ഭരണാധികാരിയുടെ മുന്നിലേക്ക് ഒരു സാധാരണക്കാരൻ എങ്ങനെ കയറി ചെല്ലാമെന്നുള്ളത് ബോധ്യപ്പെടുത്തിയ നേതാവായിരുന്നു ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ. 24 മണിക്കൂറിൽ 18 മണിക്കൂറും ഉറങ്ങാതെ നമ്മളൊക്കെ തന്നെ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഉറക്കളച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു നേതാവ്. കേരളത്തിന്റെ വികസനത്തിന് മാത്രമല്ല കേരളത്തിലെ പാവപ്പെട്ടവനെ സാധാരണക്കാരന്റെയും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യമുണ്ടായാൽ നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീട്ടിലെ സഹോദരനായ മാതാപിതാക്കൾക്കോ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ടായാൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിൽ നിന്നും അതിന്റെ ഗ്രഹനാഥൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറും. തിരുവനന്തപുരത്തേക്ക് എന്തുകൊണ്ട് വണ്ടി കയറുന്നു എന്ന് ചോദിച്ചാൽ എന്റെ പിതാവിന് ഒരു ആവശ്യം വന്നാൽ അതിനെപ്പറ്റി ചോദ്യം ചെയ്യുവാൻ, അതിനെപ്പറ്റി പറഞ്ഞാൽ അതിന് പരിഹാരം കാണുവാൻ പറ്റിയ ഒരാൾ തിരുവനന്തപുരത്തുണ്ട് എന്ന് കേരളത്തിലെ 14 ജില്ലയിലെയും 140 നിയോജകമണ്ഡലത്തിലെയും ജനങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കേരളം കടന്നുപോയത്. അന്ന് ഭരിച്ചിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ ഭരിക്കുമ്പോൾ നമുക്കറിയാം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലായിരുന്നില്ല അദ്ദേഹം കേരളത്തിൽ ഇരുന്നത്, ഒരു ഭരണാധികാരി എന്ന നിലയിലായിരുന്നില്ല അദ്ദേഹം പ്രവർത്തിച്ചത്. ഒരു ജനസേവകനായി ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നടത്തിയിട്ടുള്ള ജനസമ്പർക്ക പരിപാടി അദ്ദേഹം പറഞ്ഞത് പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നത് പത്രങ്ങളിലൂടെയോ മാധ്യമങ്ങളിലൂടെ അല്ല, ജനങ്ങളുമായി ഇടപഴകുമ്പോഴാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാകുന്നത് പറഞ്ഞു. അങ്ങനെ ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവൻ അദ്ദേഹം ലോകത്ത് നിന്ന് വിട്ടുപിരിഞ്ഞപ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾ, കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ അറിയാവുന്നവരും അറിയാത്തവരും ഈ പാർട്ടിയിലുള്ളവരും പാർട്ടിയില്ലാത്തവരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നവർ പോലും ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സത്യമായും അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് കല്ലറയിൽ എഴുതി വെച്ച വാക്ക്, ആ വാക്ക് ജനങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജീവിതം പ്രവൃത്തിയിലൂടെ കാണിക്കുവാൻ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ഇതാണ് എന്റെ സന്ദേശമെന്ന് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചുവെങ്കിൽ കേരളത്തിലെ നമ്മുടെ ഗാന്ധിജിയായി നമ്മൾ കാണുന്ന ഉമ്മൻചാണ്ടി സാർ പറയുന്നു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന്. ഇത്രയും വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും ക്രൂരമ്പുകൾ നേരെ വന്നപ്പോഴും നെഞ്ചിൽ തറച്ചപ്പോഴും അപവാദങ്ങളും ആക്ഷേപങ്ങളും വന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്റെ മനസ്സ് കലങ്ങുകയില്ല, എന്റെ മനസ്സ് കുലുങ്ങിയില്ല. കാര്യം എന്റെ മനസ്സാക്ഷിക്കറിയാം ഞാൻ തെറ്റുകാരനല്ല എന്ന്. എന്റെ മനസാക്ഷിയാണ് എന്റെ കോടതി എന്ന് പറയുവാൻ ഒരു മനസാക്ഷിയുള്ള പറയുന്നുവെങ്കിൽ സത്യമായും അദ്ദേഹം നീതിമാനായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഹിന്ദി സമൂഹം അംഗീകരിക്കുന്നത്, ലോക മലയാളികൾ അംഗീകരിക്കുന്നത്. 14 ജില്ലകളിൽ 140 നിയോജക മണ്ഡലങ്ങളും അദ്ദേഹം പോകാത്ത മണ്ഡലങ്ങളില്ല, അദ്ദേഹം പോകാത്ത പ്രദേശങ്ങളില്ല, അദ്ദേഹം ഇടപെടാത്ത ആളുകളില്ല. നമുക്കറിയാം അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അനുശോചന ചടങ്ങുകളിൽ പന്ത്യൻ രവീന്ദ്രനെ പോലെയുള്ളവരും CPM-ന്റെ പല MLA-മാരായിട്ടുള്ളവരെ പോലെയുള്ളവർ പറയുന്നത് അദ്ദേഹം കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു, കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും അദ്ദേഹം ഒരു മനുഷ്യത്വമുള്ളവനായിരുന്നു. കുഞ്ഞികൃഷ്ണൻ പാലക്കാട്ടുള്ള ഒരു MLA പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ മണിക്കൂറുകളോളം പോയിരുന്ന് അദ്ദേഹം XMLA ആയിരുന്നു. അദ്ദേഹത്തിന് ചികിത്സിക്കുവാൻ പണമില്ലാതെ വന്നപ്പോൾ ഒരു കത്ത് കൊടുത്ത് തിരുവനന്തപുരത്തേക്ക് മദ്രാസിലേക്ക് അയച്ചു. വെല്ലൂരിൽ തരിയൻ എന്ന് പറയുന്ന കത്തയച്ചു. അദ്ദേഹത്തിന് കത്ത് കൊടുത്ത് ഇദ്ദേഹം മുൻ MLA ആണ്, ഇദ്ദേഹത്തിന് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, 1 രൂപ പോലും ഇദ്ദേഹത്തിന്റെ വാങ്ങിക്കാൻ പാടില്ല, ഇദ്ദേഹത്തിന്റെ പണം സർക്കാർ അടയ്ക്കുമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു വിട്ടു. അദ്ദേഹം ആശുപത്രിയിൽ നിന്നും അസുഖം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി അയക്കുന്ന ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി 3.5 മണിക്കൂർ ഇരുന്നു. അദ്ദേഹം CPM-ന്റെ MLA ആയതുകൊണ്ടായിരുന്നില്ല, CPM-ന്റെ നേതാവായതുകൊണ്ടായിരുന്നില്ല, അദ്ദേഹം ഒരു മുൻ MLA ആയിരുന്നു. എല്ലാ മുൻ MLA-മാരും സമ്പന്നരാകണമെന്നില്ല, സമ്പത്തില്ലാത്ത MLA-മാരും ഉണ്ട്. അതുകൊണ്ട് അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാഷ്ട്രീയം നോക്കാതെ പോലും ജനങ്ങളെ സഹായിക്കുവാൻ താല്പര്യം കാണിച്ച് ഒരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടായത് കൊണ്ടാണ് രാത്രി പകലോളം നമ്മളോടൊപ്പം ചേർന്ന് നിന്നാലും
ഒരു ഭരണാധികാരി ജനസമ്പർക്ക പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഓരോരുത്തരും അപേക്ഷകൾ വാങ്ങിക്കും. ഈ അപേക്ഷകളൊക്കെ തന്നെ നമ്മൾ നോക്കും. പാതിരാത്രി ആയി കഴിയുമ്പോൾ ദിവസങ്ങൾക്ക് ആൾക്കാരുടെ എണ്ണങ്ങൾ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ക്ഷീണിതരാകും. പക്ഷെ അവസാനം കൊണ്ടുതരുന്ന അപേക്ഷ നമുക്കത് അവസാനമായി തോന്നാം. പക്ഷേ കൊണ്ടുതരുന്നവന്റെ ആദ്യത്തെ അപേക്ഷയാണത്. കൊണ്ടുതരുന്നവന്റെ ആദ്യത്തെ അപേക്ഷയ്ക്ക് അവൽക്കാരുന്ന പ്രതീക്ഷയുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ കൊടുത്താൽ നടപ്പിലാക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ അപേക്ഷ തരുന്നത്. ആ അപേക്ഷയെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. അതല്ലാതെ അവസാനം തരുന്ന അപേക്ഷയായതുകൊണ്ടും ഞാൻ ക്ഷീണത്തിലിരിക്കുന്നുകൊണ്ട് അത് വേണ്ട എന്ന് എടുക്കുന്ന ഉത്തരവാദിത്തമായിരുന്നില്ല. അതാണ് 1 തൊട്ട് 10 വരെ എണ്ണിയാലും ആദ്യം കൊടുക്കുന്ന അപേക്ഷ പോലെ തന്നെ അവസാനത്തെ അപേക്ഷയും കാണുവാൻ കഴിഞ്ഞത് കൊണ്ടാണ് രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന ജനസമ്പർക്ക പരിപാടി പിറ്റേ ദിവസം വെളുപ്പിനെ 3 മണി 3:30 വരെ അദ്ദേഹം നടത്തുമ്പോഴും അവിടെ കൊടുക്കുന്ന ഒരു അപേക്ഷ പോലും കൈവിട്ടു പോകാതെ അതിനൊക്കെ തന്നെയും മറുപടി കൊടുത്തുകൊണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് നിയമ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഒരു ഭരണാധികാരിയുടെ ഭരണ പ്രവർത്തനം എങ്ങനെയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് പിണറായി വിജയനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള 2 ഭരണാധികാരികളെ കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. 2016 തൊട്ട് 2026 വരെ എടുത്താട്ടെ, അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുമോ? സൂര്യന്റെ ആഘാതമേൽക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന മരണം പോലെ അല്ലെങ്കിൽ തീപിളൽ പോലെയാണ് കിലോമീറ്ററുകൾക്കപ്പുറം പിണറായി വിജയന്റെ മൈക്കിനടുത്തേക്ക് പോലും പോകുവാൻ ഭയക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ പോകുന്നത്. മറ്റ് സഖാക്കന്മാർ പോകട്ടെ, സ്വന്തം പാർട്ടി സഖാക്കന്മാർക്ക് പോലും യഥാർത്ഥ കാര്യം തുറന്നു പറയുവാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ ഒരു തന്നിഷ്ടപ്രകാരം അദ്ദേഹത്തിന്റെ ഏകാധിപത്യ പ്രവണതയിലൂടെ കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിനെതിരെ ചോദ്യം ചെയ്യാമെന്ന കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവരും ശശിയെ പോലെയുള്ളവരും ഗോവിന്ദനെ പോലെയുള്ളവരും എന്തിനു കൂടുതൽ പറയുന്നു, ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായിരിക്കുന്ന CPM-കാരനാണേലും കമ്മ്യൂണിസ്റ്റുകാരനാണേലും സത്യസന്ധമായി പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ട് പൊതുപ്രവർത്തനമേലെ സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നയാളായിരുന്നു. അഴിമതിരഹിതനായ നേതാവായിരുന്നു ശ്രീമാൻ G. സുധാകരൻ. ഞങ്ങളുടെ പഞ്ചായത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷമായി കോൺഗ്രസിനെ എതിർക്കുന്നെങ്കിലും ഉമ്മൻചാണ്ടി സാറിനോട് ഏറ്റവും കൂടുതൽ സ്നേഹവും ബഹുമാനമുള്ളയാളായിരുന്നു. അദ്ദേഹം എവിടെ സംസാരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ പറ്റി വളരെ ബഹുമാനത്തോടെ സംസാരിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ചോദിച്ച 2 ചോദ്യമേ ഉള്ളൂ, എന്തുകൊണ്ട് ഇളവ് എനിക്ക് ബാധകമല്ല? പിണറായി വിജയനുണ്ടായ ഇളവ് എന്തുകൊണ്ട് എനിക്ക് ബാധകമല്ല? അല്ലെങ്കിൽ പിണറായി വിജയനും റിയാസിനും താല്പര്യമുള്ളവർക്കുണ്ടാകാവുന്ന ഇളവ് എനിക്ക് എന്തുകൊണ്ട് ബാധകമല്ല? അഴിമതിയുടെ പേരിൽ എന്നെ മാറ്റി നിർത്തുവാൻ ഒരു അഴിമതി എന്റെ പേരിൽ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല. അഴിമതിക്കാരായിട്ടുള്ളവരെ സംരക്ഷിക്കുവാൻ പിണറായി വിജയൻ സഹായിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നുവെങ്കിൽ റിയാസിന് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾക്ക് താല്പര്യമുള്ളവർ മാത്രം അടുത്ത സർക്കാരിൽ അടുത്ത MLA-മാരായി വന്നാൽ മതി എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞ സുധാകരനെ പോലെയും തോമസ് ഐസക്കിനെ പോലെയും MP ഗോവിന്ദനെ പോലെയുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഷംസീറിനെ പോലെയുള്ളവർ പോലും വേദനയോടും ദുഃഖത്തോടും കൂടിയാണ് സ്വരാജ് പറയുന്നുണ്ട്, ഞാനൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്, എനിക്ക് പാർട്ടി പദവികൾ താല്പര്യമില്ല, ഞാൻ MLA ആകാൻ വേണ്ടിയല്ല വന്നതെന്ന് പറഞ്ഞു. പക്ഷേ പറയുമ്പോഴും സ്വരാജിന്റെ നെഞ്ചിടിച്ചുകൊണ്ടാണ് പറയുന്നത് കാര്യം. അവരൊക്കെ തന്നെയും ഇവിടെ പിണറായിസം വളർത്തുവാൻ വേണ്ടി അച്യുതാനന്ദനെ പോലെയുള്ളവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞിട്ടുള്ള സ്വരാജിനെ പോലെയുള്ളവർ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ MLA സ്ഥാനം പോലും കിട്ടാതെ മാറി നിൽക്കേണ്ടി വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പഴയകാല മൂല്യച്യുതി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത് 57 DM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൽ മുഖ്യമന്ത്രിയായി തുടങ്ങി പിണറായി വിജയൻ 2026 തീരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ എത്രയോ പേര് വന്നിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ആ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളത്തിൽ വരുമ്പോൾ നമുക്കറിയാം, പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ CPM-ന്റെ നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ സഖാക്കന്മാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്. EM ശങ്കരൻ നമ്പൂതിരിപ്പാട് 57 ആദ്യമായി മുഖ്യമന്ത്രി കസേരയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ കേരളത്തിലെ സമ്പന്ന വർഗത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടല്ല വരുന്നത്, കേരളത്തിലെ കർഷകന്റെയും കർഷക തൊഴിലാളികളുടെയും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെയും നേതാവായി ഈ നാട്ടിലെ കർഷകരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുന്ന ആൾ വന്ന് പറഞ്ഞ ആളാണ് CPM ബഹുമാനപ്പെട്ട ഇളമനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അച്യുതമേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, EK നായനാർ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. എന്തിന് നമ്മളെ എതിർത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി നമ്മളെ പോരടിച്ചിട്ടുള്ള അച്യുതാനന്ദൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ഇവരൊന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കോർപ്പറേറ്റീവ് മാനേജ്മെന്റ് വിട്ടിട്ടില്ല. അദാനിയെയും അംബാനിയെയും നരേന്ദ്രമോദി വരുത്തുന്നുവെങ്കിൽ ഊരാളിംഗ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റി കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ട്
സ്വന്തം കമ്പനിയായി പിണറായി വിജയനും മകൾക്കും വീണ വിജയന് വേണ്ടിയും റിയാസിന് വേണ്ടിയും ഉണ്ടാക്കിയ കമ്പനി. ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഓരോ സംഘടനയിൽ നിന്നും റിട്ടയർ ആകുമ്പോൾ, പ്രായപരിധി കഴിയുമ്പോൾ അവരൊക്കെ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. നിങ്ങൾക്കറിയാമോ ടി പി ചന്ദ്രശേഖരൻ മരിച്ച ദിവസം നിങ്ങൾക്കറിയാമോ? 2012 മെയ് മാസം 4 നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസം എന്താണെന്ന് അറിയാമോ? 2026 മെയ് മാസം 4 ടി പി ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ജീവിച്ച്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച്, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് നേതാവായി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ ഊരാളിങ്ങൽ സൊസൈറ്റിയിൽ തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് കോർപ്പറേറ്റുകൾ കൊടുക്കുവാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുകയും അത് നടപ്പിലാക്കുകയില്ല എന്ന് ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞതിന്റെ പേരിൽ, പാർട്ടിക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ ഊരാളിങ്കൽ സൊസൈറ്റി അവർ തൊഴിലാളികൾക്ക് കൊടുക്കണമെന്ന് അവകാശപ്പെട്ടതിന്റെ പേരിൽ കമ്പനി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് പാർട്ടി നിലനിർത്തുവാൻ വേണ്ടിയും സഖാക്കന്മാരെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി സ്വന്തം സഖാവിനെ ബല കൊടുത്തിട്ടുള്ള പാർട്ടിയും സ്വന്തം സഖാവിനെ വെട്ടിക്കൊന്ന പാർട്ടിയുമാണ് CPM എങ്കിൽ, അദ്ദേഹത്തിനെ കൊല ചെയ്യപ്പെട്ടതോടുകൂടി ടി പി ചന്ദ്രശേഖരൻ ഈ ലോകത്തിൽ നിന്ന് മാറിയെങ്കിൽ 2026 മെയ് മാസം 4 തീയതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നേക്കുമായി കേരളത്തിന്റെ മണ്ണിൽ നിന്നും തീർന്നു പോകാൻ പോകുന്ന ദിവസമാണ് 2026 മെയ് മാസം 4 തീയതി. ഐക്യജനാധിപത്യ മുന്നണിയുടെ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് നടന്നു കയറാൻ പോകുകയാണ്. അതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. 100-ൽ പരം സീറ്റോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു. ഇത് വെറുതെ പറഞ്ഞ കാര്യമല്ല. വെറുതെ പറയാനാണ് അതിനേക്കാൾ കൂടുതൽ കാര്യം പറയാം. നാം ആലോചിക്കണം, 10 വർഷക്കാലം കേരളത്തിൽ അധികാരത്തിലില്ല, 14 വർഷക്കാലം ഇന്ത്യയിൽ അധികാരത്തിലില്ലാത്തൊരു പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം പ്രവർത്തിക്കുന്നതിന് പേരിൽ ED വിട്ടുകൊണ്ട്, എല്ലാ ഉദ്യോഗസ്ഥന്മാരെ വിട്ടുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന പാർട്ടി BJP. കേരളത്തിൽ കോൺഗ്രസിന് പണം തന്നു കഴിഞ്ഞാൽ അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് GST കൊടുത്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന പാർട്ടി കേരളത്തിൽ CPM. അങ്ങനെ കേരളത്തിൽ CPM കേന്ദ്രത്തിൽ BJP എന്നുകൊണ്ട് കോൺഗ്രസ് ഭാരതത്തിന് വേണ്ടി BJP ശ്രമിക്കുമ്പോൾ കോൺഗ്രസ് മൂത്ത CPM-ന് വേണ്ടി പ്രവർത്തിക്കുന്ന CPM കേരളത്തിൽ ഇങ്ങനെ രണ്ട് പാർട്ടികളുടെ ഇടയിൽ നടന്ന തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ 2 മാസത്തിന് 3 മാസത്തിന് മുമ്പ് 2025 ഡിസംബർ നടന്നത്. നമ്മൾ ആലോചിക്കണം, 2025 ഡിസംബർ എന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ 140 നിയോജക മണ്ഡലങ്ങളുണ്ട്, 14 ജില്ലയുണ്ട്, 7 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട്. അതിനകത്ത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണല്ലോ നമ്മുടെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട DC പ്രസിഡന്റ്. 7 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നമുക്കുണ്ട്. ബഹുഭൂരിപക്ഷം മുനിസിപ്പൽ ചെയർമാൻമാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്. 2010-നേക്കാട്ടിൽ കൂടുതൽ ജനപ്രതിനിധികളും പ്രസിഡന്റുമാരും ഉണ്ടാക്കുവാൻ ഈ പാർട്ടിക്ക് എന്തുകൊണ്ട് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഒന്നും പ്രതീക്ഷിക്കാത്ത ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നും കേരളത്തിൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് ഇന്നും ഈ ഭൂമിയിലും ഈ മണ്ണിലും കേരളത്തിലും ജീവിച്ചിരിപ്പുമുണ്ട് എന്നുള്ളത് കൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ കേരളത്തെ വിറ്റു തിന്നുന്നു എന്നും ഈശ്വരനുമായി വിശ്വസിച്ച് ജീവിക്കുന്ന ഈശ്വര വിശ്വാസികൾക്ക് പോലും ഈ കൊച്ചു കേരളത്തിൽ ജീവിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ കടക്കടിയിൽ നിന്ന് കടക്കടിയിലേക്ക് വിടുന്നതിനൊപ്പം തന്നെ കൊള്ളയിലേക്ക് കേരളത്തെ നയിക്കുവാൻ, ക്രിമിനലുകളെ വളർത്തുവാൻ, ഇതേപോലെയുള്ള ആൾക്കാരെ പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPM-ഉം മാറിയത് കൊണ്ടാണ് അതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം ജനപ്രതിനിധികളെയും ഭരണാധികാരികളെയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അതൊരു സെമി ഫൈനൽ മാത്രമാണ്. ഫൈനൽ വരാനിരിക്കുന്നതുകൊണ്ട് സെമി ഫൈനലാണ് കഴിഞ്ഞത്. ആ സെമി ഫൈനലാണ് പറഞ്ഞത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫൈനലിലേക്ക് കടക്കാൻ പോവുകയാണെന്ന്. ആ ഫൈനലിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം, കോൺഗ്രസിന്റെ വലിയ പാർട്ടിയാണ്, അത് നാഷണൽ പാർട്ടിയാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. പക്ഷെ അവസാനം ഒറ്റപ്പേൽ നിന്ന് കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അവരെ വിജയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു കടമയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ കോൺഗ്രസിനെ പറ്റി കുറ്റം പറയുന്നുണ്ടല്ലോ. കോൺഗ്രസിനെ പറ്റി കുറ്റം പറയുമ്പോൾ നിങ്ങളുടെ ഇപ്പോഴിരിക്കുന്ന നേതാക്കന്മാർ പിണറായി വിജയൻ അടക്കം, MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഈ പാർട്ടിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരിക്കുമ്പോൾ, ഈ ഗോവിന്ദൻ കണ്ണൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ, ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MV ഗോവിന്ദൻ അന്ന് ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. പിണറായി വിജയനെ പോലുള്ളവർ വരുന്നതിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കന്മാരായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവരും സുധാകരനെ പോലെയുള്ളവരും ഗോവിന്ദനെ പോലെയുള്ള നേതാക്കന്മാർ, അവരെ പോലെയുള്ളവർ എന്തുകൊണ്ട് ഈ പാർട്ടിയിൽ നിന്ന് മാറി എന്നുള്ളത് പുസ്തകത്തിലൂടെ നമ്മൾ കണ്ടപ്പോൾ
ഓക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ചോദ്യത്തിന് ഉത്തരമുണ്ടാകണം. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 9-ാം തീയതി നടക്കുവാൻ പോകും തെരഞ്ഞെടുപ്പ്. ആ 9-ാം തീയതി തെരഞ്ഞെടുപ്പിൽ അടുത്ത മാസം 9-ാം തീയതി ഏപ്രിൽ മാസം 9-ാം തീയതി നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ നമ്മളെല്ലാം ഇവിടെ നോയമ്പ് വിടുന്നതാണ്. കൂടുതൽ ആൾക്കാർ നോയമ്പ് കാലമാണ്. നോയമ്പ് കഴിഞ്ഞ് പെസഹ കഴിഞ്ഞ് ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് ഈദ് കഴിഞ്ഞ് ഈസ്റ്ററിനോടുകൂടി ക്രിസ്തുദേവൻ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ 2026 മെയ് മാസം 4-ാം തീയതി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ 100 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഉയർത്തെഴുന്നേൽക്കുവാൻ പോവുകയാണ്. ആ ഉയർത്തെഴുന്നേൽപ്പിൽ സാക്ഷികളാകുവാൻ പുതുപ്പള്ളിയിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചനുജൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ എല്ലാ ബഹുമാനായ നേതാവ് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ കേരള നിയമസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ മന്ത്രിസഭയിൽ ആ MLA ആയി കൈവെക്കുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അവസരത്തിന് സമയം തന്ന ഇവിടുത്തെ ജില്ലാ കമ്മിറ്റിയോട് ആദ്യമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. അടുത്തതായി സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ജോഷി ഫിലിപ്പ് അവർകൾ, പ്രിയപ്പെട്ട KPCCയുടെ ചാർജുള്ള സെക്രട്ടറി ശ്രീ ഷാജി കറ്റാനം അവർകൾ, പ്രിയപ്പെട്ട നമ്മുടെ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് JG പാലക്കലോടി അവർകൾ, ശ്രീമതി സുധാ കുര്യൻ അവർകൾ, ശ്രീമതി ഷെർലി തരീൻ അവർകൾ, ശ്രീമതി ഷിനി മാത്യു അവർകൾ, പ്രിയപ്പെട്ട KB ഗിരീഷൻ അവർകൾ, പ്രിയപ്പെട്ട സാജു അവർകൾ, പ്രിയപ്പെട്ട കുഞ്ഞുപുതുശ്ശേരി അവർകൾ, പ്രിയപ്പെട്ട രാജുചേട്ടൻ, പ്രിയപ്പെട്ട ആന്റണി തുപ്പളിഞ്ചി അവർകൾ, പ്രിയപ്പെട്ട സാബുചേട്ടൻ, പ്രിയപ്പെട്ട അനിയൻ മാത്യു അവർകൾ, പ്രിയപ്പെട്ട ബിനു പാതയിൽ, പ്രിയപ്പെട്ട ബിജുചേട്ടൻ, പ്രിയപ്പെട്ട മാത്തച്ചൻ താമരശ്ശേരി അവർകൾ, പ്രിയപ്പെട്ട സാമ, പ്രിയപ്പെട്ട അപ്പുകുടൻ ചേട്ടൻ അവർകൾ, പ്രിയപ്പെട്ട ഗ്രേസി കരമന്നൂർ അവർകൾ, പ്രിയപ്പെട്ട ജെസ്സി ഫിലിപ്പ് അവർകൾ, പ്രിയപ്പെട്ട മിനി ഫിലിപ്പ് അവർകൾ, പ്രിയപ്പെട്ട ഗീതാ രാധാകൃഷ്ണൻ അവർകൾ, പ്രിയപ്പെട്ട ലതാകുമാരി സലിമോൻ അവർകൾ, പ്രിയപ്പെട്ട പുന്നൂശേൻ, പ്രിയപ്പെട്ട രമേശേട്ടൻ, പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണേട്ടൻ, പ്രിയപ്പെട്ട ഉഷാകുമാരി അവർകൾ, ഗോപൻ സാറ്, പ്രിയപ്പെട്ട സന്ധ്യ സുരേഷ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വേഷത്തിൽ വന്ന എന്താണെന്നായിരിക്കും ഒരു ചെറിയൊരു അത്ഭുതം ഇല്ലേ? എന്തായിരിക്കും കാരണം എന്ന് മനസ്സിലായി കാണുമല്ലോ. സൗണ്ട് ഇല്ല, എന്തോ ഒരു ഇനി ഞാൻ ഫെസ്റ്റിന്റെ മോഡിലേക്ക് പോണോ? സൗണ്ട് ഇല്ലാത്ത എന്താ? സൈക്കിൾ ചെയ്യാൻ പോവാ. ആദരണീയനായ നമ്മുടെ KC വേണുഗോപാൽ ഇവിടെ വരും, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഞങ്ങൾ രണ്ടുപേരും സൈക്കിൾ ചെയ്ത് പാമ്പാടിയിലേക്ക് പ്രതിഷേധം എന്ന വിധം ഞങ്ങൾ പോകാൻ പോവാണ്. ഈ സർക്കാരിനെതിരെ ഇവിടെ അടിക്കടി കൂട്ടുന്ന എണ്ണയുടെ വില കയറ്റത്തിനെതിരെ ഉള്ള ഒരു സമരമായി ഇവിടുന്ന് സമരമായി പോകാൻ പോകുക. മാത്രമല്ല, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ സൈക്കിളിലാണ് ഇവിടെ പ്രചരണത്തിന്റെ ഒരു ഭാഗം, ഒരു ഘട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈക്കിളിലാണ്. കഴിഞ്ഞ ദിവസം പാമ്പാടിയിൽ നിന്ന് പുതുപ്പള്ളി വരെ നടത്തിയ സൈക്കിൾ യാത്ര, ആ സൈക്കിൾ യാത്ര കേരളത്തിലെമ്പാടും മാത്രമല്ല ദേശീയ തലത്തിൽ ശ്രദ്ധിച്ചു. അതിന് തെളിവാണ് നമ്മുടെ നേതാവിടെ വരുമ്പോൾ ഇവിടുന്ന് സൈക്കിളിൽ പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കാണെങ്കിൽ മുണ്ടെടുത്തോണ്ട് സൈക്കിൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുപോലെ മുണ്ട് പൊക്കെയാണ് പറഞ്ഞു പോയാ ഇവിടെ അത് മതി. നമ്മുടെ സഹാക്കന്മാരല്ലേ, ഇതല്ലേ അവർക്കുള്ള ഏക ആയുധം. പരിഹാസവുമായിട്ട് ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ഓർത്തു അതിൽ സേഫ്. ആദ്യം ഓർത്തു അവിടുന്ന് ഇങ്ങോട്ട് ചവിട്ടി വരാമെന്ന് ഓർത്തു. അപ്പൊ പിന്നെ നിങ്ങളെല്ലാം പോവും. അപ്പൊ അതിന് ഭേദം ഇവിടെ നിന്ന് അങ്ങോട്ട് ചവിട്ടാന്ന് വെച്ചു. അപ്പൊ അദ്ദേഹത്തിനോടും നമുക്ക് ഒരിക്കലും ശ്രീ KC വേണുഗോപാലിനെ മറക്കാൻ സാധിക്കത്തില്ല. കാരണം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവ് അദ്ദേഹത്തിനോട് പറഞ്ഞു, ചാണ്ടിയെ നോക്കിക്കോളൂ. അദ്ദേഹം അക്ഷരം പടി ചെയ്ത നേതാവാ. എനിക്ക് സീറ്റ് ഉറപ്പിച്ച നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. എന്നെ ഔട്ട്റീച്ചിന്റെ ചെയർമാനാക്കിയ നേതാവാണ് KC വേണുഗോപാൽ. എന്നെ ഭാരത് ജോഡോ യാത്രയിൽ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഈ രാജ്യത്തിന്റെ രണ്ടറ്റങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി നടന്നപ്പോൾ ആ രാഹുൽ ഗാന്ധിയോടൊപ്പം നടക്കാൻ അനുമതി തന്ന നേതാവാണ് ശ്രീ KC വേണുഗോപാൽ. എന്റെ പിതാവിനെ അത്യാവശ്യമായി ജർമ്മനിയിൽ കൊണ്ടുപോകേണ്ടി വന്നപ്പോൾ ആ ഫണ്ട് അനുവദിച്ചു തന്ന നേതാവാണ് KC വേണുഗോപാൽ. എന്റെ പിതാവിനെ അവസാനമായി കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യാൻ മാർഗമില്ല എന്ന് കണ്ടപ്പോൾ സ്പെഷ്യൽ ആംബുലൻസ് തയ്യാറാക്കി തന്ന നേതാവാണ് KC വേണുഗോപാൽ. എൻ്റെ ഫാദറിന്റെ
ആരോഗ്യത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ കൺസേൺ ആദ്യം തൊട്ട് അവസാനം വരെ പ്രകടിപ്പിച്ച നേതാവാണ് കെ.സി. വേണുഗോപാൽ. എന്റെ ഫാദറിന് അവസാനമായി യാത്ര അയപ്പ് കൊടുക്കുവാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങ് തിരുവനന്തപുരം വരെ 1 അല്ല 2 സ്പെഷ്യൽ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത നേതാവിന്റെ പേരാണ് ശ്രീ കെ.സി. വേണുഗോപാൽ എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതാണ് മനുഷ്യത്വം. നമുക്ക് ആവശ്യമായ ഘട്ടത്തിൽ ആരാണ് നമ്മളെ സഹായിക്കുന്നത്? ആ വ്യക്തിയാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്, ഇല്ലേ? അതിലെനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ശ്രീ കെ.സി. വേണുഗോപാൽ കടന്നു വരുമ്പോൾ ഏറ്റവും മാന്യമായ രീതിയിലാണ്, ഏറ്റവും ആർഭാടം നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ്. ആർഭാടമല്ല, ഏറ്റവും നല്ല രീതിയിലാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. എൻ്റെ ഇലക്ഷന് നമ്മൾ നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോൾ ഇത്രയധികം ആൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ജോഷിയാൻ പറഞ്ഞ വ്യത്യാസമുണ്ട്. അന്ന് പുതുപ്പള്ളിക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇന്ന് പുതുപ്പള്ളിയിലുള്ളവരാണ് മുഴുവൻ എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. അന്ന് കുറെ പേർ കേരളത്തിൽ നിന്നെമ്പാടും വന്നിരുന്നു. അങ്ങ് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ എന്റെ പിതാവിനെ സ്നേഹിക്കുന്ന സകല മനുഷ്യരും ഇവിടെ വന്ന് അണിചേർന്ന് എന്നെ വിജയിപ്പിച്ച ഇലക്ഷനാണെങ്കിൽ ഇന്ന് പുതുപ്പള്ളി ഒറ്റക്കെട്ടായി കടന്നു വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പുതുപ്പള്ളിയുടെ വികാരം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് എന്ന് കേട്ടാൽ ചിലർക്ക്, തെരഞ്ഞെടുപ്പ് മാത്രമല്ല എപ്പോഴും അവർക്ക് വായെടുത്താൽ കള്ളം മാത്രമേ പറയൂ. പാർട്ടിയുടെ പേര് പറയണ്ടല്ലോ. ഏത് പാർട്ടിയാ? എന്താ ഒരു കറക്റ്റ് ഒന്നുകൂടെ പറഞ്ഞേ. അത് തന്നെ. പുതുപ്പള്ളിയിൽ നമ്മൾ ഫെസ്റ്റ് നടത്തി. എൻ്റെ അടുത്ത് ഒരു സാറ് പറഞ്ഞു 80 വർഷ ചരിത്രത്തിൽ ഇങ്ങനൊരു പരിപാടിയില്ല. അദ്ദേഹം ജീവിച്ച അത്രയും നാളായിരിക്കാം, ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ അദ്ദേഹം ജീവിച്ചു കാണും. പക്ഷെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു 80 വർഷ ചരിത്രം പുതുപ്പള്ളിയുടെ ഓർമ്മ വെച്ച കാലം അദ്ദേഹത്തിനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി അദ്ദേഹം കണ്ടിട്ടില്ല. ആ പരിപാടിയിൽ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. നമ്മൾ ഭജൻസ് നടത്തി, നമ്മൾ 2 ബാൻഡ് നടത്തി, നമ്മള് കൂട്ടയോട്ടം നടത്തി. പുതുപ്പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ വെണ്ണിമല ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ എന്താ പറയാ ദീപശിഖ പ്രയാണം നടത്തി. അങ്ങനെ എല്ലാവരും ഒന്നിച്ചു വന്ന ഒരു സമ്മേളനത്തെ, അല്ലെങ്കിൽ ഒന്നിച്ചു വന്ന ഒരു കാര്യത്തെ ഇവിടെ ചിലർ സാരി വിതരണ മേളയാക്കി മാറ്റി. ഇവിടുത്തെ സ്ത്രീകളൊക്കെ ചിരിക്കുന്നത്, എന്തിനാ ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ കൊടുത്തതിന്റെ അടുത്ത ദിവസം ലിൻഡോ ജോസഫ് കൊടുത്തു. ലിൻഡോ ജോസഫ് കൊടുത്തപ്പം അത് ബെർമുഡ, ഞാൻ കൊടുത്തപ്പം കളസം. അങ്ങനെയല്ലേ? എന്താണെങ്കിലും അപ്പൊ ലിൻഡോ ജോസഫിന് കൊടുക്കാം, കാരണം അയാൾ കമ്മ്യൂണിസ്റ്റാ, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റിന്റെ MLA, തിരുവമ്പാടിയുടെ MLA. ഞാൻ കൊടുത്താൽ കുഴപ്പം, കാരണം എന്താ? ഞാൻ ഉമ്മൻചാണ്ടിയുടെ മകനായത് കൊണ്ട് ആണ് അവിടെ പ്രശ്നം, കോൺഗ്രസ്സുകാരനായുള്ള പ്രശ്നം. അപ്പൊ ഒരു സഖാവ് ഇറങ്ങി. സഖാവിന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും സീറ്റ് അങ്ങോട്ട് മാറ്റി കൊടുത്താലോ, സീറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ മാറ്റി പറയുന്നില്ല. സഖാവ് എന്നേ പറയുന്നുള്ളൂ. സഖാവ് പറഞ്ഞു കോടികളുടെ അഴിമതി, ED വരണം, സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം സ്വാഗത സംഘം കൂടിയപ്പോൾ പറഞ്ഞു ഒരു പ്രമേയം കൂടി പാസ്സാക്കണം കേട്ടോ. ആ സ്വാഗത സംഘത്തിൽ പല പാർട്ടിക്കാരുണ്ട്. ആ സ്വാഗത സംഘം ആദ്യം രൂപീകരിച്ചപ്പോൾ CPM-കാരും ഉണ്ടായിരുന്നു, അതിൽ BJP-കാരും ഉണ്ടായിരുന്നു. പക്ഷെ CPM പെട്ടെന്ന് എന്തോ അടി കൊണ്ടതുപോലെ അതിൽ നിന്ന് പിന്മാറി. എന്തിനാ പിന്മാറിയെന്ന് ആർക്കും അറിയില്ല. എന്നിട്ട് നാടിനീളെ സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് പോലായിരുന്നു കേട്ടോ പുതുപ്പള്ളി ഫെസ്റ്റും. ഒരു പോസ്റ്റർ പോലും ഞങ്ങൾ ഒട്ടിച്ചില്ല, ഒരു പോസ്റ്റർ പോലും നമ്മൾ ഒട്ടിച്ചില്ല. പക്ഷെ CPM-കാർ നാട് നീളെ പുതുപ്പള്ളി മൊത്തം പോസ്റ്റ് ഒട്ടിച്ചു. ഇലക്ഷൻ ഫെസ്റ്റ് ED അന്വേഷിക്കണം. ഇത്രയധികം പബ്ലിസിറ്റി തരാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം ഞാൻ തീരുമാനിച്ചു പോസ്റ്റർ വേണ്ട, ബാനർ വേണ്ട, ഫ്ലെക്സ് വേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഏതോ ഒരു വ്യക്തിക്ക് ഭയങ്കര സ്നേഹം. ഈ പറഞ്ഞ വ്യക്തികളാണോ എന്ന് അറിയത്തില്ല, പക്ഷേ എൻ്റെ പേരിൽ അല്ല എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മണർകാട്, ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് കാണുമെന്ന് അറിയത്തില്ല, മണർകാട് പഞ്ചായത്തിൽ 3-4 പോസ്റ്റർ ഞാൻ പോയി പോസ്റ്റർ നോക്കി. ഞാൻ അപ്പം തന്നെ കീറിക്കളഞ്ഞു. ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്പർ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്പർ വിളിച്ചപ്പം ആദ്യം ഒരു ഭയാശങ്ക ഉണ്ടായിരുന്ന വ്യക്തിക്ക്. പുള്ളി പറഞ്ഞു ഞാനല്ല ഈ ഓഫ്സെറ്റ് നടത്തുന്നത്, എൻ്റെ മരുമോനാ. അപ്പം മരുമോനെ വിളിച്ചപ്പം
പുള്ളി പറഞ്ഞു ഞാനല്ല, എൻ്റെ അമ്മാവനാ. അമ്മാവനും മരുമോനും കൈ ഒഴിഞ്ഞു. അപ്പൊ മനസ്സിലായല്ലോ, കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കള്ളം പറയുകയില്ല, നിങ്ങൾ കള്ള നമ്പർ കൊടുക്കുകയില്ല. പക്ഷെ മറ്റു ചിലർ ഇതിലുള്ള എക്സ്പേർട്ടാ ഇല്ലേ? ആ എക്സ്പേർട്ട് ഞാൻ അപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതിയും കൊടുത്തു. ആ പരാതിയും കൊടുത്തിട്ടാണ് ഞാൻ പിന്തിരിഞ്ഞത്. ഞാൻ പറഞ്ഞു, നമ്മൾ പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തിയപ്പോൾ അതിനെ ഒരുമിച്ച് നിന്ന് നടത്താമെന്ന് പറഞ്ഞവർ പിന്നെ അത് രാഷ്ട്രീയ ഫെസ്റ്റ് ആക്കി മാറ്റി. ലിൻഡോ ജോസഫിന് കുഴപ്പമില്ല, ചാണ്ടി ഉമ്മനെ കുഴപ്പമുള്ളൂ. കേരളത്തിൽ അനവധി MLA-മാർ ആദരവ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ചില CPM-കാർക്ക് അങ്ങനെയാ, ആദരവ് എന്താന്ന് മനസ്സിലാവത്തില്ല. കാരണം ജീവിതത്തിൽ ആരെയും ആദരിക്കാൻ പഠിച്ചിട്ടില്ല. ജീവിതത്തിലെല്ലാം അനാദരവ് മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. വായി തോന്നുന്നത് എന്താ പറയാ, ഇഷ്ടമുള്ളത് പറയുക, വായി തോന്നുന്നത് പറയുക. അതാണ് അവരുടെ രീതി, അതാണ് അവരുടെ രീതി. അതുകൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ, ആക്ഷേപിക്കുവാൻ, അദ്ദേഹത്തെ പറ്റി ഇല്ലായ്മ പറയുവാൻ, അദ്ദേഹത്തിനെ പറ്റി ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുവാൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ തകർക്കുവാൻ, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെ, ഇവിടെ പ്രിയപ്പെട്ട കളന്നു വരുന്ന KC വേണുഗോപാലടക്കമുള്ള നേതാക്കന്മാരെ ആക്ഷേപിക്കുവാൻ ഇവർക്ക് മടിയുണ്ടായിട്ടില്ല. ആദരിക്കാൻ കൂടി പഠിക്കണം. നമുക്ക് രാഷ്ട്രീയം മാത്രമല്ലല്ലോ, ജീവിതമൊന്നുണ്ടല്ലോ, ഒരു ജീവിതമേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമുക്ക് സ്ഥാനങ്ങൾ വരും, മാനങ്ങൾ വരും, സ്ഥാനം വരും, മാനം പോവും, വരും പോവുകയൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കരുതുന്നു, നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ ആദരിക്കുന്നത് എന്നുകൂടി ജനങ്ങൾ നോക്കും കേട്ടോ. ഇന്ന് എൻ്റെ പിതാവിനെ പലവിധമായി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും, പലവിധമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളിയില്ലേ? എന്തുകൊണ്ടാ? അദ്ദേഹവും മറ്റുള്ളവരെ ആദരിക്കുവാൻ. ഈ ആദരിക്കണമെങ്കിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്, സ്വയമായി ഒരു ആദരവ് ഉണ്ടായിരിക്കണം. സ്വയത്തെക്കുറിച്ച്, സ്വന്തം ബോധത്തെക്കുറിച്ച് ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ഞാൻ ഇന്ന വ്യക്തിയാണ്, എന്നെ തകർക്കുവാൻ മറ്റാർക്കും സാധിക്കത്തില്ല, എൻ്റെ കഴിവുകൾ ഇന്നതാണ്, എനിക്കൊരു ആത്മപ്രശംസ ഉണ്ടാകുവാനുള്ള ഒരു കഴിവ് കൂടി എൻ്റെ മനസ്സിലുണ്ടാവണം. എന്നാൽ മാത്രമേ മറ്റുള്ളവരെ ആദരിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പുതുപ്പള്ളി ഫെസ്റ്റ് 3460-ൽ പരം ആൾക്കാരെ ആദരിച്ചിട്ടുള്ളതാണ്. അത് പുതുപ്പള്ളിയുടെ ജനസമൂഹം കൊടുത്ത ആദരവാണ്. പുതുപ്പള്ളി എന്ന് പറഞ്ഞ ഈ മഹത്തായ നാട് കൊടുത്ത ആദരവാണ്. ആ ആദരവ് കൊടുത്ത ജനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഞാൻ പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞു, പുതുപ്പള്ളി ഫെസ്റ്റിൽ ചെന്ന് ഒറ്റ കാര്യം മാത്രമേ ഈ ആദരിച്ചവരോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം, ആർക്ക് വേണേ വോട്ട് ചെയ്യാം. കാരണം ഇത് കോൺഗ്രസ് പാർട്ടിയുടെ പരിപാടിയല്ല, ഇത് പുതുപ്പള്ളിയുടെ പൊതുസമൂഹത്തിന്റെ പരിപാടിയാ. പുതുപ്പള്ളിക്കാർക്ക് വേണ്ടി, പുതുപ്പള്ളിയുടെ ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട്, പുതുപ്പള്ളിയുടെ ഭാവിയെ ഓർത്തുകൊണ്ട് നടത്തുന്ന പരിപാടി. ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി, നമ്മുടെ ചരിത്രം സ്മരിച്ചുകൊണ്ട് ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രശസ്തനായ പുതുപ്പള്ളിക്കാരൻ, അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ നഗർ പേരിട്ടത്. നമുക്ക് ആദരിക്കണ്ടേ? പലരും ഇപ്പോഴാണ് അറിയുന്നത് നമ്മുടെ നാട്ടുകാരനാണ് അദ്ദേഹമെന്ന്. ഇതാണ് നമ്മുടെ ചരിത്രം. നമ്മൾ മറന്നു പോവുക. നമുക്ക് വലിയൊരു പൂർവികമായ ചരിത്രമുണ്ട്. ആ ചരിത്രമില്ലാതെ നമുക്ക് ഭാവിയില്ല, നമ്മുടെ സംസ്കാരമില്ലാതെ നമുക്ക് വളർച്ചയില്ല. ആ സംസ്കാരവും ഭാവിയും നമ്മൾ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ ഈ പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തിയത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും മനസ്സിലാകാത്ത മറ്റു ചിലർ ഇവിടെ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞും കള്ളക്കഥകൾ ചൊല്ലും ഇങ്ങനെ നമ്മളെ തമ്മിൽ തെറ്റിക്കുവാനുള്ള ശ്രമം നടത്തിയത് നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടെ പുതുപ്പള്ളി ഫെസ്റ്റ് കഴിഞ്ഞപ്പോൾ പുതുപ്പള്ളിയിലെ പൊതുസമൂഹം ഒരു കാര്യം പറഞ്ഞു, ഇനിയും ഫെസ്റ്റ് നടത്തണം. ഈ ഹോളിലുള്ളവർക്കും അഭിപ്രായമുണ്ടോ? ഇനിയും പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? അപ്പൊ പുതുപ്പള്ളി ഫെസ്റ്റ് അടുത്ത വർഷം നമ്മൾ നടത്തുമ്പോൾ 3 അല്ല 10 ദിവസമായിട്ടായിരിക്കും പുതുപ്പള്ളിയിൽ നമ്മൾ നടത്താൻ പോകുന്നത്. ഈ ലോകം മൊത്തം ശ്രദ്ധിക്കുന്ന വിധം 3 ദിവസം നമ്മൾ പുതുപ്പള്ളി ഫെസ്റ്റ് നടത്തിയെങ്കിൽ അടുത്ത വർഷം നമ്മൾ നടത്തുന്നത് 10 ദിവസമായിരിക്കും. ഒരു ദിവസം മൊത്തം ഹോളിക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കും. പലരും അന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പലരും പ്രതീക്ഷിച്ചു തർക്കങ്ങളുണ്ടാകും, വഴക്കുണ്ടാകും. പുതുപ്പള്ളിയിലെ പൊതുസമൂഹത്തെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ആര് വന്നാലും ആത്മാഭിമാനമുള്ളവരാണ് പുതുപ്പള്ളിക്കാരെന്ന് തെളിയിച്ച ഒരു വേളയാണിത്. സ്വയം നിയന്ത്രണം അത് ഭംഗിയായി പുതുപ്പള്ളിയിലെ പൊതുസമൂഹം
പുതുപ്പള്ളിയിലെ പൊതുസമൂഹം കാണിച്ചു തന്ന വേളയല്ലേ അത്. ഒരാൾ പോലും ആത്മനിയന്ത്രണം വിട്ട് പെരുമാറിയിട്ടില്ല, ഒരു തർക്കം പോലും ഉണ്ടായിട്ടില്ല. ഞങ്ങള് DGPയോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു, SP-യോട് സംസാരിച്ചിരുന്നു, ഞങ്ങൾ 3 ദിവസം കാര്യമായ പ്രൊട്ടക്ഷൻ വേണം. പക്ഷെ അത് കാര്യമായി കിട്ടിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ പ്രീ ഫെസ്റ്റ് ഡേ എന്ന് പറഞ്ഞ 4-ാം ദിവസം ഉണ്ടായിരുന്നല്ലോ, ആദ്യ ദിവസം, ആ ആദ്യ ദിവസം ഒരു മാരത്തൺ നമ്മൾ നടത്തി. മാരത്തൺ നടത്തുമ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു 500-ലധികം ആൾക്കാർ ഓടുന്ന വേളയാണ്, അവരെ സംരക്ഷിക്കണം, വണ്ടി വഴിതിരിച്ചു വിടണം, പോലീസ് ഉണ്ടാവണം. ഒന്നും ചെയ്തില്ല. മാത്രമല്ല സകല ടിപ്പറിനെയും ആ വഴി കടത്തിവിട്ടു. ഇത് ടോറസിനെ മൊത്തം കടത്തിവിട്ടു. നിങ്ങൾ അവിടെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയും. അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ആൾക്കാർ, പുതുപ്പള്ളിക്കാർ, പുതുപ്പള്ളിയിലെ ജനസമൂഹം, പുതുപ്പള്ളിയുടെ പൊതുസമൂഹം എങ്ങനെയാണ് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ഒരു ഫെസ്റ്റിവലിനെ, തങ്ങളുടെ ഉത്സവത്തെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാവരും പങ്കെടുത്ത ഒരു ഉത്സവത്തെ ഒരു വിജയമാക്കി തീർത്തത് എന്ന് നമ്മൾ കണ്ടു. നമുക്ക് ആ പാരമ്പര്യമാണ് പുതുപ്പള്ളിയുടേത്. ആ പാരമ്പര്യമാണ് നമ്മുടെ എതിരാളിയെ പോലും ബഹുമാനിക്കുന്ന പാരമ്പര്യമാണ് പുതുപ്പള്ളിയിലെ പൊതുസമൂഹത്തിന്, പുതുപ്പള്ളിയിലെ ജനസമൂഹത്തിന്. അതിൽ നിന്ന് 1-2 പേർ മാറി ചിന്തിച്ചെന്ന് വെച്ച് മറ്റുള്ളവരെല്ലാം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കത്തില്ല. അതുകൊണ്ട് ഈ പുതുപ്പള്ളിയുടെ പാരമ്പര്യം നിലനിർത്തുവാൻ, ഇവിടെ പുതുപ്പള്ളിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചൊരു ജനനേതാവിനെ, 53 വർഷം ഈ നാടിനെ നയിച്ച ഒരു ജനനേതാവിനെ കൊല്ലാക്കൊല ചെയ്തത് കേരളം മറന്നിട്ടില്ല. ഞങ്ങൾക്കാർക്കും ആരോടും പകയില്ല, ആരോടും വിഷമമില്ല, വിദ്വേഷമില്ല. പക്ഷേ മറന്നിട്ടില്ല. ഈ പുതുപ്പള്ളിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം 7 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത്. ഈ പുതുപ്പള്ളിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം 5 വർഷം പ്രതിപക്ഷ നേതാവായിരുന്നത്. ഈ പുതുപ്പള്ളിയുടെ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മറ്റൊരു 5-6 വർഷം മന്ത്രിയായിരുന്നിട്ടുള്ളതും. ആ പാരമ്പര്യം നമുക്ക് ഇനിയും ഉയർത്തിപ്പിടിക്കണം. ചിലപ്പോൾ ആൾക്കാർ നമ്മളെ ആക്ഷേപിച്ചേക്കാം, അസത്യം പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ തളർന്നു പോകരുത്, നമ്മൾ തകർന്നു പോകരുത്. ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്, എത്ര വലിയ കൊടുങ്കാറ്റടിക്കുമ്പോഴും, എത്ര വലിയ പ്രശ്നങ്ങൾക്ക് ഉണ്ടാവുമ്പോഴും വളരെ ശാന്തനായി വന്ന് കിടന്നുറങ്ങുന്ന എൻ്റെ പിതാവിനെ ഇന്നാരോ പറയുന്നത് കേട്ടു, എപ്പോഴും ഉമ്മൻചാണ്ടിയുടെ മുഖത്തൊരു ചിരി ഉണ്ടായിരുന്നു എന്ന്. കാരണം അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നു, താൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് കരുത്ത് പകർന്നത്. ഇല്ലേ? ഞാൻ ഇന്നും സർക്കാരിനെ വെല്ലുവിളിക്കുക. നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ CBI എൻക്വയറി പ്രഖ്യാപിച്ചു. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ പ്രഖ്യാപിച്ച പോലെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ CBI പ്രഖ്യാപിച്ചു. ആ CBIയുടെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ? ആ ചർച്ച ചെയ്താൽ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് കേടുപറ്റുമോ എന്നുള്ളതാണ് ഞാൻ സർക്കാരിനെ വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ധൈര്യമുണ്ടോ ചർച്ച ചെയ്യാൻ? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. അങ്ങേക്ക് ധൈര്യമുണ്ടോ? അങ്ങ് ഉത്തരവിട്ട എന്റെ പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ, പ്രകൃതി വിരുദ്ധ കേസിൽ കുടുക്കിയാക്ക് അങ്ങ് പിന്നിൽ ചെയ്തത് CBIയുടെ കേസ് എടുക്കുകയാണ് ചെയ്തത്. അങ്ങേ ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, അങ്ങേക്ക് ധൈര്യമുണ്ടോ? ഈ CBI റിപ്പോർട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനത് വ്യക്തിപരമായി പറയുന്നില്ല. കാരണം വ്യക്തിപരമായി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. പക്ഷേ CBI റിപ്പോർട്ട് ചർച്ച ചെയ്യണം. ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്ക്? അതാണ് എനിക്ക് ഈ പുതുപ്പള്ളിയുടെ ഈ പാമ്പാടിയിൽ നിന്ന്, ഉമ്മൻചാണ്ടിയുടെ തട്ടകത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി? ധൈര്യമുണ്ടോ? ഏത് ധൈര്യത്തിൽ അങ്ങ് ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാൻ ശ്രമിച്ചോ അതേ ധൈര്യത്തിൽ അങ്ങ് റിപ്പോർട്ട് കൂടി ചർച്ച ചെയ്യണം. അല്ലാതെ ഒളിച്ചോടാതെ CBI റിപ്പോർട്ട് പുറത്തു വന്നാൽ വിളിച്ചോ, ആ CBI റിപ്പോർട്ട് പുറത്തു വന്നാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകും. അവർക്ക് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ ഉള്ളവർക്കായിരിക്കും അത് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ടാണ് ഈ CBI, സാധാരണ എതിരാളിക്കെതിരെ CBI റിപ്പോർട്ട്
വന്നാൽ അത് ചർച്ച ചെയ്യാത്തൊരു പാർട്ടിയാണോ CPM? അത് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയല്ലേ CPM? അതെന്താ മിണ്ടാത്തത്, മിണ്ടാട്ടം മുട്ടിപ്പോയത്? പാമോയിലും കേസിന്റെ പേരിൽ കെ കരുണാകരനെ, പാമോയിലും കേസിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർ ഇന്ന് അവസരം കിട്ടിയിരിക്കുകയല്ലേ ഈ CBI റിപ്പോർട്ട്? അതൊന്ന് ചർച്ച ചെയ്തേ. ചർച്ച ചെയ്താൽ പലരും കുടുങ്ങും. ഞാൻ പേരെടുത്ത് പറയണ്ടല്ലോ. പേരെടുത്ത് പറയണോ? വേണ്ട. പറഞ്ഞവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഈ തരത്തിൽ വേട്ടയാടൽ നടത്തി ആ വേട്ടയാടലിനെ ന്യായീകരിക്കുവാൻ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയ ഈ ഗവൺമെന്റ് അതിന്റെ അന്തിമ ഘട്ടത്തിലെത്തിക്കുക. അവസാനത്തെ ബെല്ലടിക്കാൻ പോവുകയാണ്. ആ ബെല്ലടിക്കുമ്പോൾ പിണറായി വിജയനും കൂട്ടരും പുറത്തോട്ടുള്ള വഴി കണ്ട് കേരള നിയമസഭയിൽ നിന്ന് പുറത്തു പോകുന്ന കാഴ്ചയ്ക്കാണ് കേരളം കാത്തിരിക്കുന്നത്. ഒരു നീതിമാനായ ഒരു മനുഷ്യരെ കുരിശിക്കാൻ വിട്ടിട്ട്, ഒരു നീതിമാനായ മനുഷ്യരെ രക്തത്തിന് വേണ്ടി ദാഹിച്ചിട്ട്, ഒരു നീതിമാനായ മനുഷ്യരെ കള്ളക്കഥകളുടെയും അതുപോലത്തുള്ള അസർപ്പ കഥകളുടെയും ബലത്തിൽ ഈ പൊതുജനമധ്യത്തിൽ വലിച്ചു കീറിയിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു ഗവൺമെന്റിന്റെ അവസ്ഥ ഓർത്തു നോക്കിയേ. അതിന്റെ അന്തിമഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാറുണ്ട്, അങ്ങയുടെ മനസ്സിന് കുറ്റബോധമുണ്ടോ? അങ്ങയുടെ മനസ്സിന് കുറ്റബോധമുണ്ടോ ഇത് വേണ്ടായിരുന്നു എന്നുള്ളത്? പരസ്യമായിട്ട് അങ്ങ് പറയണമെന്നില്ല. 10 വർഷം അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്നുള്ള ശരിയാണ്. പക്ഷേ ചരിത്രം അങ്ങയെ രേഖപ്പെടുത്തുന്നത് ഉമ്മൻചാണ്ടിയെ കുരിശിലേക്ക് അയച്ച പീലാത്തോസിന്റെ റോളായിരുന്നു എന്നുള്ളതായിരിക്കും ചരിത്രം പിണറായി വിജയനെ കുറിച്ച് എഴുതി വെക്കാൻ പോകുന്നത്. സംശയമുണ്ടോ? ഒരു സംശയവുമില്ല. കൈ കഴിയുമെന്ന് അറിയത്തില്ല, പക്ഷെ ഉത്തരവ് എഴുതിയിട്ടുണ്ട്. ഏതാ? CBIക്കുള്ള ഉത്തരവ്, അതിനു മുമ്പുള്ള മലപ്പുറം ഇലക്ഷന് ദിവസം എഴുതിയ ഉത്തരവ്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കൈ കഴിയുമെന്ന് അറിയത്തില്ല. ഇപ്പോഴും കൈ കഴിയുവാനുള്ള അവസരമുണ്ട്, അവസാന ദിവസം വേണമെങ്കിൽ. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി ചോദിക്കുന്നത്, ഇതേ വൈരാഗ്യം പുതുപ്പള്ളിയോട് കാണിച്ചൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇതേ വൈരാഗ്യം പുതുപ്പള്ളിയുടെ വികസനത്തോട് കാണിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 4 വർഷം മുമ്പ് ഇവിടുത്തെ തൊട്ടടുത്ത ഭൂമിയിൽ തറക്കല്ലിട്ട് പോയി നമ്മുടെ മന്ത്രി വാസവൻ സാറും മന്ത്രി രാജൻ സാറും. പിന്നെ അവരെ കണ്ടിട്ടില്ല. വാസവൻ സാർ ഇവിടെ തന്നെയുണ്ട്, അദ്ദേഹം എല്ലാ ഉദ്ഘാടനത്തിനും വരുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊരു മിണ്ടാട്ടുമില്ല. നമ്മുടെ വില്ലേജ് ഓഫീസ് എന്തേ? അപ്പൊ സഖാക്കൾ വരും ക്യാപ്സ്യൂളുമായി. 53 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചിട്ട് എന്തായി? കമ്പനിപ്പടിപ്പാലം ചോദിച്ചാൽ പറയും 53 വർഷം ഉമ്മൻചാണ്ടി MLA ആയിട്ട് എന്തായി? പാറേക്കട പാലം ഉമ്മൻചാണ്ടി എവിടെ നിർത്തിയോ അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതിനെക്കുറിച്ച് സഖാക്കൾ പറയുന്നത് എന്താ? പിന്നെ പറയുന്നത് എന്താ? കിഫ്ബി ഒരു സ്കൂള് ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂള് ആയിരക്കണക്കിന് പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ കിഫ്ബി ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നലെ വളരെ സമൂഹത്തിൽ മാന്യനായ എല്ലാ പാർട്ടിക്കാർക്കും താല്പര്യമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ എല്ലാ പാർട്ടിക്കാരും മാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. പക്ഷെ അതേ ഇടതുപക്ഷക്കാരനാ. അദ്ദേഹം ഇന്നലെ എഴുതി, ഒരു പദ്ധതി മാത്രമേ MLAക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. ശരിയാ സാറേ, ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ. കാരണം കരഞ്ഞ് കേണപേക്ഷിച്ചാലും ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലോട് നീതി കാണിക്കാത്തൊരു സർക്കാർ ഉണ്ടെങ്കിൽ ആ സർക്കാരിൽ നിന്ന് നീതി കിട്ടുമെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയോ, കോട്ടയത്തിന്റെ അറ്റം വരെ റോഡ് ടാറിയും, ചങ്ങനാശ്ശേരിയുടെ അറ്റം വരെ റോഡ് ടാറിയും. പക്ഷേ പുതുപ്പള്ളിയിലെ റോഡ് ടാറിയില്ല. പലതവണ ആവശ്യപ്പെട്ടിട്ടും റോഡ് ടാറിയാത്ത ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അവസാനം തോട്ടയ്ക്കാട് പെരുമരിച്ചി റോഡ് നിങ്ങൾക്കറിയാം. പെരുമരിച്ചി വരെ റോഡ് ടാറിയിട്ടുണ്ട്. പെരുമരിച്ചിക്ക് ശേഷം ടാർ ചെയ്തിട്ടില്ല. ഞാൻ കൊണ്ട് വാഴ വെച്ചു, അപ്പോഴൊന്നും ഉടന്നു കുറെ മണ്ണിട്ടു. പിന്നെ എന്നെ കൊണ്ട് മെനഞ്ഞാന്ന് ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന തലേ ദിവസം ഒരു ഉദ്ഘാടനം നടത്തി ഇല്ലേ? ഉദ്ഘാടനം നടത്തിയിട്ട് എന്തായി? തദൈവ ഒരു പാലം പൊളിക്കാൻ ഇവിടെ തീരുമാനിച്ചു മീനടത്ത്. ആ പാലം പൊളിക്ക് എന്നെ കൊണ്ട് ഉദ്ഘാടനം നടത്തിച്ചു. ഞാൻ പറഞ്ഞു, എന്തായി പാലം പൊളി? തദൈവ.
ഞാൻ ചോദിച്ചു, അന്ന് പിന്നെ ഇപ്പൊ എന്തേ എന്നെ കൊണ്ട് ചെയ്യിച്ചേ? അത് ഞങ്ങൾ ഓർത്തില്ല. അപ്പോൾ എങ്ങനെ വന്നാലും പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയോട് ഇപ്പോഴും വിരോധം തീർക്കുന്നവർ, ഇന്ന് ഒരു വ്യക്തി വീഡിയോ ചെയ്തിരിക്കുക, 3 ഫോട്ടോ കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ നീതിമാനാക്കിയത്. ഇവിടെ ആരും നീതിമാനാക്കിയില്ല സാറേ. ഇവിടുത്തെ പൊതുജനങ്ങൾ ഏറ്റെടുത്ത വികാരമാ. ഇവിടുത്തെ ഇന്ന് എന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ആളുകൾ വരുന്നത്. ആളുകൾക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടാ, ആളുകൾക്ക് അദ്ദേഹത്തിനുള്ള കരുതൽ കൊണ്ടാ. ഇവിടെ കോൺഗ്രസ് പാർട്ടിയോ ഏതെങ്കിലും പാർട്ടി വിചാരിച്ചിട്ട് വരുന്നവരല്ല. അവരുടെ സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നയാ. അല്ലാതെ ഇവിടെ ആരും നിങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ ഒരു ആദർശവാദിയോ അല്ലെങ്കിൽ സൈദ്ധാന്തികനെയോ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കാണുന്ന പുതുപ്പള്ളിയിലെ ജനങ്ങൾ, അതുപോലെ തന്നെ സാധാരണക്കാർ, കേരളത്തിൽ നിന്നും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരുമൊക്കെ ആ കല്ലറയിലേക്ക് ഇന്നും കടന്നു വരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം കൊണ്ടാ. അദ്ദേഹം അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ സ്നേഹം നമ്മൾ കണ്ടതല്ലേ. 3 ദിവസം ഉറങ്ങാതെ നിന്ന സ്നേഹം. ആൾക്കാർ ഇന്നും ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിന് ആരുടെയും സൃഷ്ടി, അദ്ദേഹം ആരുടെയും സൃഷ്ടിയല്ല, അദ്ദേഹം സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു ഇന്ദ്രജാല വിദ്യയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും എൻ്റെ പേര് കേൾക്കാത്തത്. പുതുപ്പള്ളി ഫെസ്റ്റിന് ഞാൻ സംഘടിപ്പിച്ച പുതുപ്പള്ളി ഫെസ്റ്റ്, 4 ദിവസത്തെ പുതുപ്പള്ളി ഫെസ്റ്റ്, ആ ഫെസ്റ്റിന് ആങ്കർ വിളിച്ച പേര് ഉമ്മൻചാണ്ടി എന്ന്. ഞാൻ ഓർത്തുപോയി. കഴിഞ്ഞ ദിവസം ഈ സൈക്കിളുമായി 2 കുട്ടികളുടെ മുന്നിൽ പോയി. ആ കുട്ടികൾ ഉമ്മൻചാണ്ടി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓർത്ത് ഈ കുട്ടിക്ക് ഒരു കാരണവശാലും അപ്പയെ അറിയാൻ ഒരു വഴിയില്ല. കൊച്ചുകുട്ടിയാ, അവന് LKG-യിലായിരിക്കും. അതെങ്ങനെയാണ് അവരുടെ മനസ്സിൽ എൻ്റെ പേര് മാത്രം വരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സംശയമുണ്ടോ? മിണ്ടുന്നില്ല. അതുകൊണ്ട് ഇന്നും ഈ നാട് സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ, ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ, അനശ്വരമായിട്ടുള്ള ഓർമ്മകൾ, ആ ഓർമ്മകളാണ് നമുക്ക് കരുത്ത്. ഇവിടെ ശ്രീ KC വേണുഗോപാൽ വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം. കാരണം അദ്ദേഹം എൻ്റെ പിതാവിനെ പിന്തുണച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസാന കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളും, അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിന് പൂർണ്ണമായ പിന്തുണ കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇവിടെ കടന്നു വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യം, അതിനുശേഷം ഈ ഒരു പരിപാടിക്ക് ശേഷം ഈ സൈക്കിൾ പ്രതിഷേധം, സൈക്കിൾ പ്രചരണത്തിന് ശേഷം സൈക്കിൾ പ്രതിഷേധം കൂടി. പെട്രോളിന്റെ വില അടിക്കടിക്ക് വർദ്ധിപ്പിക്കുന്നു. അതിനോട് ചേർന്ന് നമുക്കറിയാം, ഹോട്ടൽ, ഇന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഹോട്ടലില്ല, പെട്രോൾ പമ്പുകളില്ല, ഗ്യാസ് ഇല്ല, എല്ലാം അടയ്ക്കുക. ആ ഒരു സാഹചര്യത്തിൽ രാജ്യത്തെ കോൺഗ്രസിനെ നയിക്കുന്ന ശ്രീ KC വേണുഗോപാൽ വന്ന് ഒരു പ്രതിഷേധ സൂചകമായി ഇവിടെ ഈ കൺവെൻഷൻ ഹാളിൽ നിന്ന് അങ്ങ് പമ്പാടി ബസ് സ്റ്റാൻഡിലേക്ക് സൈക്കിൾ ചവിട്ടി ആ പ്രതിഷേധത്തിൽ പങ്കാളികളാവുന്നത് ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് നാളുകളിൽ അത് രാജ്യം മൊത്തം ഏറ്റെടുക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതുപോലത്തെ ഒരു ഭരണമല്ലേ ഇന്ത്യയിലുള്ളത്? അതുപോലത്തെ ഒരു ഭരണമല്ലേ കേരളത്തിലുള്ളത്? 2 സർക്കാരുകളും മത്സരിച്ച് ജനത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ജനത്തെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പൂർണ്ണമായി ശ്രമം നടത്തുന്ന ഗവൺമെന്റുകൾ. ഇന്ന് അനാവശ്യമായൊരു യുദ്ധം ലോകത്തിന് പുറത്തുള്ളപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഒന്നും ചെയ്യാത്ത സർക്കാർ അങ്ങ് കേന്ദ്രത്തിലും ഇങ്ങ് കേരളത്തിലും. ഈ സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധം കൂടിയാണ് ഇവിടെ നിന്ന് സൈക്കിൾ ചവിട്ടി അങ്ങോട്ട് പോകുമ്പോൾ. നമുക്കറിയാം, നമ്മുടെ നാടിന് മാറ്റം അനിവാര്യം, നമ്മുടെ നാടിന് ഒരു പുതുയുഗം അനിവാര്യം. 10 വർഷക്കാലം നമ്മൾ ഇടതുപക്ഷത്തിന്റെ കീഴിലായിരുന്നു. ഇടതുപക്ഷത്തിന്റെ ദുർചെയ്തികൾ കേരളത്തിലെ ജനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി, അവരുടെ ജീവിതത്തെ ഇല്ലായ്മയും വല്ലായ്മയാക്കി മാറ്റി. ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തേക്ക് പോവുക. വിദേശത്ത് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലാത്ത തൊഴിൽ തേടി, ഉറപ്പില്ലാത്ത വിദ്യാഭ്യാസം തേടി അവർ പോവുകയാ. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വീട്ടിൽ ഞാൻ കടന്നു ചെന്നു. അവിടെ ഒരു കുടുംബനാഥൻ ഇറാനിൽ പെട്ടുപോയ ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇറാനിൽ പെട്ടുപോയ ഒരു കുടുംബത്തിലെ അംഗം. ഞാൻ അവിടെ ചെന്ന് അവരോട് സംസാരിച്ച്
പിന്നെയാണ് മനസ്സിലാക്കുന്നത് അർമേനിയ വഴി ആ വ്യക്തി തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുക. ഞാൻ പറയുന്നു, യുദ്ധം എവിടെയാണെങ്കിലും നമ്മുടെ ചങ്കാണ് ഇടിക്കുന്നത്. യുദ്ധം എവിടെയാണെങ്കിലും നമ്മുടെ നാട്ടിലാണ് പല മനസ്സുകളും എരിയുന്നത്. യുദ്ധം എവിടെയാണെങ്കിലും നമ്മളെല്ലാം ഭയത്തിലാണ്. നമ്മുടെ സഹോദരങ്ങൾ അങ്ങ് ഗൾഫിൽ അവരുടെ ജീവിതത്തിന്റെ പല ഭാഗത്തെ തകർത്തുകൊണ്ട് യുദ്ധം നടക്കുക. അവരുടെ തലയുടെ മേലിൽ കൂടിയാണ് മിസൈലുകൾ പോകുന്നത്. നമുക്കിത് തടയാൻ സമയമായി. അടുത്തൊരു UDF ഗവൺമെന്റ് വരും. ആ UDF ഗവൺമെന്റ് ഇത് തടയുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ ചെറുപ്പക്കാരെ നമുക്ക് ഇവിടെ നിർത്തണം. നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടുത്തെ നേതാക്കളായി വളർത്തിയെടുക്കണം. അവരുടെ കഴിവിനെ ഇവിടെ ഉപയോഗിക്കണം. ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോയ തോമസ് കുര്യൻ, ഞാൻ പല വേദിയിലും പറയുന്ന ഒരു കാര്യമാ. തോമസ് കുര്യൻ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങ് അമേരിക്കയിൽ പോയിട്ടുണ്ട്. പാമ്പാടിക്കാരനാ, നമ്മുടെ നാട്ടുകാരനാ. അദ്ദേഹം 1.25 ലക്ഷം കോടി രൂപ ആന്ധ്രാപ്രദേശില് 2-3 മാസം മുമ്പ് കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഈ രാജ്യത്തിന് അദ്ദേഹം ഗുണം ചെയ്തു. 1.25 ലക്ഷം കോടി രൂപ ആന്ധ്രയ്ക്ക് കൊണ്ടുവന്ന പാമ്പാടിക്കാരനെ പോലാണ് നിങ്ങളുടെ മക്കൾ, നമ്മുടെ മക്കൾ. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും മകനും മകളും അതേ കഴിവുള്ളവരാണ്, അതേ കർമ്മശേഷിയുള്ളവരാണ്, അതേ കർമ്മകുശലതയുള്ളവരാണ്. അവർക്ക് ഇവിടെ അവസരം കൊടുക്കട്ടെ. അവർക്ക് ഇവിടെ വളരുവാൻ, തലയുയർത്തി ജീവിക്കുവാൻ അവസരം കൊടുക്കട്ടെ. നമ്മുടെ നാട്ടുകാർ മുഴുവൻ എന്നും വിദേശത്ത് പോയി ജീവിച്ചാൽ മതിയോ? ഏതെങ്കിലും ട്രംപോ, ഏതെങ്കിലും ഒരു നെതന്യാഹോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തെ തലവൻ വിചാരിക്കുമ്പോൾ ജീവിതം താറുമാറാക്കുന്ന വിധം, നമ്മുടെ ജീവിതം താറുമാറുന്ന വിധം നമ്മളെ ചെറുപ്പക്കാരെ പറഞ്ഞയക്കേണ്ടതുണ്ടോ? ഇല്ല. നമ്മുടെ ചെറുപ്പക്കാരെ ഇവിടെ നിർത്തണം. നമ്മുടെ പുതുപ്പള്ളിയിൽ നിർത്തണം, നമ്മുടെ നാട്ടിൽ നിർത്തണം. പാമ്പാടിക്ക് വേണ്ടി ഒരു സ്വപ്നമുണ്ട്. ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്ന സ്വപ്നം, സ്പോർട്സിനെ അടിസ്ഥാനമാക്കി ഒരു വലിയൊരു എക്കോണമി ഉണ്ടാക്കണം എന്നുള്ള സ്വപ്നം നമ്മുടെ നാട്ടിലുണ്ട്. ആ സ്വപ്നമാണ് നമ്മുടെ അടിസ്ഥാനം. പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP, അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഹാർദവമായി സ്വാഗതം, നല്ലൊരു കൈയടിയോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്പോർട്സിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഒരു സമ്പദ് വ്യവസ്ഥ ഇവിടെ കെട്ടിപ്പടുക്കണം. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളായ വെണ്ണിമല ക്ഷേത്രം, അതുപോലെ തന്നെ പുതുപ്പള്ളി പള്ളി, പാമ്പാടി ദേറ, അതുപോലെ തന്നെ മറകാട് പള്ളി, അതുപോലെ തന്നെ മറകാട് ക്ഷേത്രം, ഇതിനൊക്കെ അടിസ്ഥാനമാക്കി ഒരു സ്പിരിച്വൽ ടൂറിസം ഉണ്ടാവണം. ഒപ്പം നമ്മുടെ നാടിന് തോമസ് കുര്യനെ പോലെ ഒരു IT വിദഗ്ധനെ ലോകത്തിന് സംഭാവന ചെയ്യാമെങ്കിൽ, ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കുന്ന തോമസ് കുര്യനെ പോലെ ഒരു മലയാളിയെ സംഭാവന ചെയ്യാമെങ്കിൽ നമ്മുടെ നാടിന് ഒരു IT പാർക്ക് വേണം. എനിക്ക് ആദരണീയനായ KC വേണുഗോപാൽ അവരോട് പറയാനുള്ളത്, അടുത്ത മന്ത്രിസഭ വരുമ്പോൾ ആദ്യത്തെ പ്രയോറിറ്റിയായി ഒരു IT ഹബ്ബ് പുതുപ്പള്ളിക്ക് അനുവദിച്ചു തരണം എന്നുള്ളതാണ് ഞങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തു തരും എന്നെനിക്കറിയാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമുക്ക് പുതിയൊരു കാലഘട്ടത്തിലേക്ക് പുതുപ്പള്ളിയെ നയിക്കാം. അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും പുതുപ്പള്ളിയിലുണ്ട്. RIT, IITയെ മാച്ച് ചെയ്യുന്ന RIT നമ്മുടെ നാട്ടിലുണ്ട്. KR നാരായണൻ, ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് മലയാളി പ്രസിഡന്റ്,
അദ്ദേഹത്തിന്റെ പേരുള്ള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സഖാക്കൾ എല്ലാ ദിവസവും എന്ന് പറയും പുതുപ്പള്ളിയിൽ വികസനമില്ല. എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്? നിങ്ങൾ കിഫ്ബിയിൽ ഒരു സ്കൂൾ ചെയ്തു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. ബാക്കി ഇവിടെ RIT കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി, ഇവിടെ അസാപ്പ് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ JNUവിലെ മറ്റൊരു സ്ഥാപനമുള്ളൂ. ആ സ്ഥാപനത്തിന് ഒരു കേന്ദ്രമന്ത്രി വന്നപ്പോൾ ആ മന്ത്രിയെ തിരിച്ചയച്ച മന്ത്രിസഭയുടെ പേരാണ് പിണറായി വിജയൻ മന്ത്രിസഭ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവന്ന ഗവൺമെന്റ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, രാമാനുജൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാത്തമാറ്റിക്സ് കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ SME കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഡയറ്റ് കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ഓരോ പഞ്ചായത്തിലും ആയുഷ് കേന്ദ്രം കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും PHC അല്ലെങ്കിൽ CHC അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രി കൊണ്ടുവന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതിനുശേഷം വന്ന പിണറായി വിജയൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട വേണുചേട്ടാ 8ൽ 7 പഞ്ചായത്ത് നൽകി UDF-നെ വിജയിപ്പിച്ചത് പുതുപ്പള്ളിയിലെ ജനങ്ങൾ. LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്നും പറയാനില്ലാത്ത ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ ദിവസം ഒരു കള്ളം വിളിച്ചു പറഞ്ഞു. ഞാൻ കേസ് കൊടുക്കണമെന്ന് ആലോചിക്കുക, വേണോ വേണ്ടയോ എന്ന് നേതൃത്വം പറഞ്ഞാൽ മതി. 34 ലക്ഷം രൂപ ഇവിടെ നിന്ന് ഇതേ വേദിയിൽ നിന്ന് എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ വാക്കുകളാണ്. 34 ലക്ഷം രൂപ ഞാൻ ചെലവഴിച്ചു എന്ന്. സാരിക്ക് 2 കോടിക്ക് അടുത്ത് കൊടുത്തതുപോലെ ഞാൻ 34 ലക്ഷം രൂപ കൊടുത്തെന്ന്. ഇങ്ങനെ പച്ചക്കള്ളം പറയണോ? ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം കൊടുത്തതിന് 34 ലക്ഷം രൂപ എങ്ങനെയാവും? 34 ലക്ഷം രൂപയാവും. എപ്പോഴാണെന്നറിയാവോ? ഒരു ജില്ല മൊത്തം ചെയ്യുവാണെങ്കിൽ പുതുപ്പള്ളി മണ്ഡലത്തിൽ മാത്രം ചെലവഴിച്ച തുകയ്ക്ക് 34 ലക്ഷം രൂപ എങ്ങനെയാവും? അപ്പോൾ എന്ത് കള്ളത്തരവും സോളാർ കാലത്ത് കള്ളകൾ പറഞ്ഞു വരുത്തിയ പോലെ ഈ ഇലക്ഷൻ ജയിക്കാൻ ഒരു മാർഗവുമില്ല. പഞ്ചായത്തിൽ തോറ്റു, ലോക്സഭയിൽ തോറ്റു, 27,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം. ഈ ജില്ലയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് കോട്ടയത്ത് ശ്രീ ഫ്രാൻസിസ് ജോർജിന് പുതുപ്പള്ളി മണ്ഡലം നേടിക്കൊടുത്തത്. എന്നിട്ട് കള്ളം പറയാണ് 14,000 വോട്ടേ ഉള്ളൂ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷവും 30,000 പ്രിയപ്പെട്ട ജോഷാർ അടക്കമുള്ളവർ ജയിച്ച് പോയ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ കണക്കെടുത്താൽ മാത്രം 30,000 വോട്ടിന് ലീഡുണ്ട്. അവിടെയാണ് വീണ്ടും കള്ളം പറയുന്നത്. 14,000 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. ഇങ്ങനെ കള്ളങ്ങളുടെ പുറത്ത് കള്ളങ്ങൾ, ഇത് സ്ഥിരമായൊരു കാഴ്ചയാ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തുക. അത് പറയണമെന്ന് ഞാൻ ആലോചിച്ചു, പക്ഷെ പറയാതിരിക്കാൻ തരവില്ല. വീണ്ടും സോഷ്യൽ മീഡിയയിൽ കള്ളത്തരങ്ങൾ പറഞ്ഞ് എൻ്റെ പിതാവിനെ ഞാൻ കൊല്ലുവാൻ ശ്രമിച്ചു എന്നുള്ള നീചമായ ആരോപണം. പ്രിയപ്പെട്ട MP-ക്ക്, പ്രിയപ്പെട്ട ചേട്ടനറിയാം എന്തുമാത്രം താല്പര്യം അദ്ദേഹം എടുത്തു, എന്തുമാത്രം എന്നോട് പറഞ്ഞു, എന്തുമാത്രം താല്പര്യം ഞാൻ എടുത്തു എൻ്റെ പിതാവിന്റെ ആരോഗ്യാവസ്ഥയിൽ. എന്റെ പിതാവ് ഏറ്റവും ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ എന്തുമാത്രം തീരുമാനമെടുത്തു അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹമാണ് ജർമ്മനിക്ക് അയച്ചത്. ഞങ്ങളുടെ പൈസ ഇല്ലായിരുന്നപ്പോൾ 15 ലക്ഷം രൂപ അനുവദിച്ച നേതാവിന്റെ പേരാണ് KC വേണുഗോപാൽ എന്നുള്ളത്. ആ നേതാവ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹമാണ് സ്പെഷ്യൽ ഫ്ലൈറ്റ് എന്റെ പിതാവിന് അവസാനമായി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് തന്നത്. അദ്ദേഹത്തിന്റെ അന്തിമ യാത്രയിൽ തിരിച്ചു കൊണ്ടുവരുവാൻ 2 ഫ്ലൈറ്റ് അനുവദിച്ച നേതാവിന്റെ പേരാണ് KC വേണുഗോപാൽ. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. എന്റെ കാര്യവും ഞാൻ പറഞ്ഞു, എന്നെ നേതാവാക്കിയ അല്ലെങ്കിൽ എന്നെ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം യാത്ര ചെയ്യാൻ അനുവദിച്ച നേതാവിന്റെ പേരാണ് KC വേണുഗോപാൽ. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ അംഗമായത്. അദ്ദേഹമാണ് എന്റെ ഔട്ട്റീച്ചിന്റെ ചെയർമാനാക്കിയത്. അദ്ദേഹമാണ് എന്റെ കുടുംബത്തിന് താങ്ങായിരുന്നത്. അദ്ദേഹമാണ് എനിക്ക് സീറ്റ് മേടിച്ചു തന്നത്. നിങ്ങൾക്കറിയാം, പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിൽ 3 മണിക്കൂറുള്ളിൽ സീറ്റ് പ്രഖ്യാപിച്ച ചരിത്രം എനിക്കറിയില്ല ഏതെങ്കിലും ഇലക്ഷന് ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. പ്രഖ്യാപിച്ച് 3-ാമത്തെ മണിക്കൂർ എന്നെ സ്ഥാനാർത്ഥിയാക്കിയ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ, അവരാണ് ഈ പാർട്ടിയുടെ ശക്തി. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഇവിടേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ, പാമ്പാടിയിലേക്ക്, ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ പാമ്പാടിയിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനുശേഷം അങ്ങയോടൊപ്പം സൈക്കിൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്, ആ ഒരു സൈക്ലിംഗ് യാത്രയിൽ കൂടി പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങയെ ഈ ഞാൻ മുണ്ടെടുത്ത് വരാനിരുന്നതാണ്. അപ്പോഴാണ് എൻ്റെ അടുത്ത് സൈക്കിൾ എന്ന് പറഞ്ഞത് ഞാൻ ബാൻഡാക്കിയത്.
വന്നപ്പോൾ ഒരു ആവേശമില്ല. ചേട്ടൻ വന്നപ്പോഴേ ആവേശമുള്ളൂ. ഞാൻ വന്നപ്പോൾ ഇങ്ങനെ നടന്നു വന്നേ ഉള്ളൂ. കാരണം എൻ്റെ പാൻറ് കണ്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായി. ഞാൻ എന്തായാലും പാൻറ് ഇടിച്ചിട്ട് കൊണ്ടുപോകും. എങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകും? ഏതായാലും അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഇത്രയും അദ്ദേഹമാണ് നമ്മുടെ ആദ്യത്തെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് ഇത് മൊത്തം പുതുപ്പള്ളിക്കാരാണ് കേട്ടോ. ഇതെല്ലാം പുതുപ്പള്ളിക്ക് പുറത്ത് ആരുമില്ല. മൊത്തം ആൾക്കാർ പുതുപ്പള്ളിയിൽ നിന്ന് വന്നവരാണ്. ആ പുതുപ്പള്ളിയുടെ സ്നേഹത്തിൽ പ്രിയപ്പെട്ട KC വേണുഗോപാൽ അവരെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ യോഗം ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി രാധാവി നായരാണ്. എവിടെ നിർഭയമാകുന്നു മാനസം, എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം, എവിടെ വിജ്ഞാനം പൂർണ്ണ സ്വതന്ത്രമായി അവികലമായി വിരാജിപ്പു നിത്യവും, മുക്തി തൻ്റെയ സ്വർഗരാജ്യത്തിലേക്കെൻ്റെ നാടൊന്നുണരണേ ദൈവമേ, മുക്തി തൻ്റെയ സ്വർഗരാജ്യത്തിലേക്ക് എൻ്റെ നാടൊന്ന് ഉണരണേ ദൈവമേ, എൻ്റെ നാടൊന്നുണരണേ ദൈവമേ. ഈ സമ്മേളനം നിലവിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഏറെ ആദരണീയനായ ബഹുമാന്യനായ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MPയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ഈ UDF കൺവെൻഷൻ്റെ അധ്യക്ഷ, ഇലക്ഷൻ കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി രാധാബി നായർ, പ്രിയപ്പെട്ട മുൻ DCC പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ ജോഷി ഫിലിപ്പ്, പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടി ഉമ്മൻ, ശ്രീ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, വേദിയിലെ മറ്റു ബഹുമാന്യരായ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നത നേതാക്കളെ, പുതുപ്പള്ളിയിലെ ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നേരത്തെ ചാണ്ടി സൂചിപ്പിച്ചതുപോലെ ഇതേ വേദിയിൽ നിന്നുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി പുതുപ്പള്ളിക്കാരും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരുമൊക്കെ ഒത്തുകൂടി ഒരു സമ്മേളനത്തിൽ
ഇതേ വേദിയിൽ നിന്നുകൊണ്ടാണ് അന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തിയത്. എല്ലാവരും പറഞ്ഞു ഭയങ്കര കടുത്ത മത്സരമാണ്, പുതുപ്പള്ളി ഇപ്രാവശ്യം പിടിക്കാൻ പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ 36,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളിക്കാർ വിജയിപ്പിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ചാണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ചാണ്ടിയുടെ പ്രവർത്തനങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയമില്ല, ആ 36,000-ൻ്റെ റെക്കോർഡ് ഇപ്രാവശ്യം പുതുപ്പള്ളിക്കാർ മാറ്റും എന്നുള്ളത് സംശയമില്ല. അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ചാണ്ടി വിജയിച്ചു. ചാണ്ടി വിജയിച്ചു വരിക മാത്രമല്ല, ഒരു വലിയ വ്യത്യാസം ഇപ്രാവശ്യം ഉണ്ടാവും. നിങ്ങൾ കേരള നിയമസഭ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിയമസഭയിൽ സ്പീക്കർ ഇരിക്കുന്ന കസേര ഇവിടെയാണെങ്കിൽ ചാണ്ടി ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത് സ്പീക്കറുടെ ഇടതുഭാഗത്താണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇരിക്കാൻ പോകുന്നത് സ്പീക്കറുടെ വലതുഭാഗത്തായി. അത് കേരളം തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഞാനിതിപ്പം 4ാമത്തെ കൺവെൻഷനിലാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 11 മണിക്ക് തുടങ്ങിയിട്ട് കേരളമാകമാനം UDF അനുകൂലമായിട്ടുള്ള തരംഗത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. നമ്മളൊക്കെ ധരിച്ചത് മാർച്ച് മാസം ആദ്യം ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതായിരുന്നു. 2-ാം തീയതിയോടോ 3-ാം തീയതി എന്നൊക്കെ പേരുണ്ടായിരുന്നു. എല്ലാവരും തയ്യാറെടുത്തപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വിസിറ്റ് തന്നെ കേരളത്തിലേക്ക് 7-ാം തീയതി 8-ാം തീയതി വെച്ചു. അപ്പോൾ എല്ലാവരും ധരിച്ചത് ഈ വിഷു കഴിഞ്ഞിട്ടായിരിക്കും ഇലക്ഷൻ. വളരെ പെട്ടെന്നാണ്, പൊടുന്നനെയാണ് 15-ാം തീയതി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. 16-ാം തീയതി മുതൽ നോമിനേഷനും ആരംഭിക്കും. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇതുവരെ നോട്ടിഫിക്കേഷൻ്റെ പിറ്റേന്ന് നോമിനേഷൻ ആരംഭിച്ച ചരിത്രമില്ല. 16-ാം തീയതി നോമിനേഷൻ, 23-ാം തീയതി വരെ കൊടുക്കാം, 26-ാം തീയതി പിൻവലിക്കൽ, 7-ാം തീയതി പ്രചരണം അവസാനിപ്പിക്കും. ഫലത്തിൽ സ്ഥാനാർത്ഥി പിൻവലിച്ചു കഴിഞ്ഞാൽ 10 ദിവസം 11 ദിവസമേ ഉള്ളൂ. അതിനിടയിൽ നമ്മുടെ ദുഃഖവെള്ളിയാഴ്ചയുണ്ട്, ഈസ്റ്ററും ഉണ്ട്. ഹോളി വീക്സിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്ക് എല്ലായിടത്തും ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് പെരുന്നാൾ കഴിഞ്ഞത്. എനിക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഗുട്ടൻസ് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമയം കുറച്ചതിൻ്റെ അതിൻ്റെ ഡിസൈൻ എന്താണെന്ന് ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ഡിസൈൻ ആലോചിച്ചത് അവർ മാത്രമായിരിക്കത്തില്ല, അത് ഭരിക്കുന്നവർക്കും ഉണ്ടാവും അതിൻ്റെ ഡിസൈനിൽ പങ്ക്. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, എത്ര പ്രചരണത്തിൻ്റെ ദിവസം കുറച്ചാലും ഇനി നിങ്ങൾ 2 ദിവസമേ പ്രചരണത്തിൽ തന്നുപോലെങ്കിലും പിണറായിയെ മാറ്റാനുള്ള ജനത്തിൻ്റെ മനസ്സ് മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് അത് ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത് തന്നെയാണ്. അതിനേക്കാൾ കൂടുതൽ വികാരം ഇപ്പോൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. കാരണം നമ്മൾ നോക്കേണ്ടത് ഈ കേരളത്തിൽ, ഇപ്പം ഞാൻ വരുമ്പോൾ ചാണ്ടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചാണ്ടിയുടെ പ്രസംഗം കണ്ട് വളരെ ആകർഷകമായിട്ട് തോന്നി. കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് നമ്മുടെ വീടുകൾ അനാഥമാകുന്നതാണ്. പ്രായമായ അച്ഛനമ്മമാർ എന്തിനാ മക്കളെ വളർത്തുന്നത്? എത്ര പാടുപെട്ടിട്ടാണ് മക്കളെ വളർത്തുന്ന അച്ഛനമ്മമാർ. വയസ്സുകാലത്ത് തങ്ങൾക്ക് അത്താണിയാകാൻ കുട്ടികളുണ്ടാകും, നല്ല ജോലിയും സൗകര്യങ്ങളൊക്കെ ഫാമിലിയൊക്കെ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. അപൂർവം ചിലർ വിദേശത്തൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇപ്പം അപൂർവം ചിലരെ വിദേശത്ത് പോകുന്നില്ല, അപൂർവം ചിലരെ ഇവിടെ ഉള്ളൂ. ഭൂരിപക്ഷവും വിദേശത്താണ്. ആരാണ് ഇതിന് ഉത്തരവാദി? കുട്ടികളാണോ? അല്ല. കുട്ടികൾക്ക് വേറെ മാർഗമില്ല. MTech പഠിച്ചാലും MBA പഠിച്ചാലും ഉന്നതങ്ങളായ ബിരുദങ്ങൾ നേടിയാലും കഷ്ടപ്പെട്ട് ബാങ്ക് ലോൺ വാങ്ങിച്ച് മക്കളെയെല്ലാം പഠിപ്പിച്ച് വലുതാക്കിയാലും അവർക്ക് ജോലിയില്ല. ജോലി ഉണ്ടെങ്കിൽ തന്നെ ജോലിക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അനുയോജ്യമായിട്ടുള്ള ശമ്പളമില്ല. MTech കഴിഞ്ഞ ഒരു കുട്ടിക്ക് പോലും ഇവിടെ പറഞ്ഞല്ലോ,
15,000 20,000 രൂപ. എങ്ങനെ അവർ ജീവിക്കും? ഈ ചെറുപ്പക്കാർ നമ്മളോട് സംസാരിക്കുന്നത് അവർക്ക് പ്രതീക്ഷയില്ല കേരളത്തെക്കുറിച്ച്. ഈ പ്രതീക്ഷ നശിപ്പിച്ചതാരാണ്? ഈ പ്രതീക്ഷ ഇല്ലാതാക്കിയതാരാണ്? 10 കൊല്ലക്കാലത്തെ നിങ്ങളുടെ ഭരണം. പിണറായി, 10 കൊല്ലത്തെ നിങ്ങളുടെ ഭരണമാണ് കേരളത്തിലെ ചെറുപ്പക്കാരൻ്റെ പ്രതീക്ഷകളെ മുഴുവൻ തകർത്തെറിഞ്ഞത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നാൽ ജോലിയില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതി 1ാം റാങ്ക് വാങ്ങിച്ചാൽ പോലും ജോലിയില്ല. നിങ്ങൾ കണ്ടു, 1ാം റാങ്ക് വാങ്ങിച്ച കുട്ടികൾ, PSC പരീക്ഷയിൽ പാടുപെട്ട് എഴുതി 1ാം റാങ്ക് വാങ്ങിച്ച കുട്ടികൾ, അവർക്ക് ജോലിയില്ല. പക്ഷേ സഖാവിൻ്റെ വീട്ടുമുറ്റത്ത് നടക്കുന്ന സിൽബന്ദികൾക്ക്, ബന്ധുക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്കെല്ലാവർക്കും പിൻവാതിലിലൂടെ ജോലി ഉണ്ട് കേരളത്തിൽ. നിങ്ങൾ ആലോചിക്കണം. ബാങ്കിൽ നിന്നും കടം വാങ്ങിച്ച് വായ്പയെടുത്ത് പഠിപ്പിച്ച് കുട്ടികളെ വലുതാക്കി പഠിപ്പിച്ചവർക്ക് ജോലി കൊടുക്കാത്ത ഈ സർക്കാർ പിൻവാതിലൂടെ സ്വന്തക്കാരെ, ബന്ധുക്കളെ തിരികെ കയറ്റാൻ സംവിധാനമുണ്ട്. പിന്നെ എങ്ങനെ ആ ചെറുപ്പക്കാരന് ഈ നാടിനെ കുറിച്ച് വിശ്വാസം ഉണ്ടാകും? അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ എങ്ങനെ ഇവിടെ നിൽക്കും? അവിടെയാണ് ചാണ്ടിയുടെ പ്രസംഗം. ചാണ്ടിയെപ്പോലെ ചെറുപ്പക്കാരനായ ഒരു MLA-ക്ക് അതിനെക്കുറിച്ച് നൊമ്പരങ്ങളുണ്ട്, വേദനയുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇച്ഛാശക്തിയുണ്ട്. UDF ഉറപ്പിച്ച് പറഞ്ഞത് അത് തന്നെയാണ്. ഈ പോക്ക് അനുവദിക്കാൻ കഴിയില്ല. കേരളത്തിലെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിന്ന് പഠിച്ച് ഇവിടെ ജോലി കൊടുത്ത് ഇവിടെ കുടുംബം പോറ്റാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഐക്യ ജനാധിപത്യ മുന്നണി വന്നാൽ ഉണ്ടാക്കിയിരിക്കുമെന്നാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ നോക്കുമായിരുന്നു ഉമ്മൻചാണ്ടി, ഞാൻ അദ്ദേഹത്തിലൂടെ ക്യാബിനറ്റിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ ചുരു മാസം, 18 മാസം. പക്ഷെ ആ 18 മാസം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു അനുഭവമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സുനാമി ദുരന്തം വന്നാണ് വന്നത്. ആലപ്പുഴ കലക്ടറേറ്റിൽ ഞാൻ നിൽക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടിയുടെ കോൾ ചീഫ് മിനിസ്റ്റർ വിളിക്കുന്നത്. അന്ന് സുനാമി ഒന്നും പറഞ്ഞാൽ ആർക്കും അറിയില്ല, പേര് പോലും അറിയില്ല. കടലെടുത്ത് പോയിട്ടുണ്ട് ഭീകരമായി. ഒരുപാട് പേർക്ക് ജീവഹാനി ഉണ്ടായിട്ടുണ്ട്, വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ആറാട്ടുപുഴയിൽ എടുക്കുവാണം. ഞാനും അങ്ങോട്ട് വരാമെന്നു. ഞാനെത്തുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി എത്തി. അവിടെ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. പിന്നീട് കണ്ടത് കേരളം കണ്ടത് ഉറക്കമൊഴിഞ്ഞുള്ള മന്ത്രിസഭാ യോഗങ്ങൾ, ചുവപ്പ് നാടയുടെ മുഴുവൻ കുരുക്കഴിച്ചുകൊണ്ട് ഒരു ദുരന്തമുഖത്ത് എങ്ങനെ ഒരു ഗവൺമെൻറ് പെരുമാറണമെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് രാപ്പകലാക്കിയ ക്യാബിനറ്റ് യോഗങ്ങളായിരുന്നു, ഇടപെടലുകളായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും വലിയ വിവാദം എന്താണ്? പിണറായി വിജയൻ്റെ പോസ്റ്റർ എല്ലായിടത്തും ഉണ്ട്, ബോർഡ്. LDF അല്ലാതെ എന്തോ ചെയ്യുന്നു, എന്തോ പറഞ്ഞിട്ട്. മറ്റാരുമില്ല. അയ്യപ്പൻ്റെ സ്വർണം കക്കുന്നവരെ സഹായിക്കാൻ മറ്റാരുണ്ട് രാജ്യത്ത്? ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കക്കാൻ ആ കട്ട സ്വർണത്തിൻ്റെ പങ്ക് വഹിച്ച് ജയിലിൽ പോകാൻ അവസരമുണ്ടാക്കിയ പാർട്ടി സഖാക്കളെ സംഭാവന ചെയ്ത ഒരേ ഒരു പാർട്ടി മാത്രമേ ലോകത്തുണ്ടാവുള്ളൂ. ആ പാർട്ടിയാണ് പിണറായി വിജയൻ്റെ പാർട്ടി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനത് പറയാൻ കാരണം, അന്ന് കൊച്ചിയിൽ പ്രധാനമന്ത്രി വരികയായിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, ഡോക്ടർ മൻമോഹൻ സിംഗ്. മലബാർ ഹോട്ടലിൽ കേരളത്തിൻ്റെ ക്യാബിനറ്റ് യോഗം കൂടി. ആ ക്യാബിനറ്റ് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു, ഞാനിന്ന് ദേവസ്വം മന്ത്രിയാണ്, ശബരിമലയിൽ വികസന പ്രവർത്തനം നടത്തണമെങ്കിൽ അത് ടൈഗർ റിസർവിൻ്റെ 202ഓളം ഹെക്ടർ വനഭൂമി വിട്ടുകിട്ടണം. അത് കോടതി ഇടപെട്ടാലും കിട്ടുന്നില്ല, ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഭാഗമാണ്, പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടിറങ്ങിയാൽ മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ക്യാബിനറ്റ് പറഞ്ഞു. അന്നേക്ക് 6 മാസത്തിനകം ശബരിമലയിലെ വനഭൂമി
അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഗവൺമെൻറ് ആയിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അന്ന് സഹായിച്ചത് മൻമോഹൻ സിംഗ്. ഇപ്പോൾ ആ അയ്യപ്പൻ്റെ സ്വർണം കക്കുന്നു. ആഗോള സംഗമം എന്ന പേരിൽ അയ്യപ്പൻ്റെ പേരുപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്നു, പിരിക്കുന്നു. 2019 നിങ്ങൾ കണ്ടു യുവതീ പ്രവേശം എന്ന പേരിൽ. ഞാൻ ഓർക്കുന്നു, അതിലും ഉമ്മൻചാണ്ടിയെ സ്മരിക്കണം കേരളം. 2007 VS അച്യുതാനന്ദനാണ് അന്ന് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യമായിട്ട് ഈ സത്യവാങ്മൂലം, ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായിട്ടുള്ള സത്യവാങ്മൂലം, ശബരിമലയുടെ സത്യവാങ്മൂലം സുപ്രീം കോടതി സമർപ്പിച്ചത് 2007. അത് മാറ്റിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴാണ്. ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുകൂലമായിട്ട് മാത്രം സത്യവാങ്മൂലം കൊടുക്കണമെന്ന് പറഞ്ഞത്. അത് വീണ്ടും 2016 പിണറായി വിജയൻ വന്നപ്പോൾ മാറ്റിക്കൊടുത്ത് പഴയ അച്യുതാനന്ദന്റെ അതേ സത്യവാങ്മൂലം കൊടുത്തത് കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നത് എതിരായിട്ട്. ആ വിധി വന്നപ്പോൾ കേരളത്തിൽ കണ്ടത് എന്താണ്? ഭക്തജനങ്ങളെ മുഴുവൻ തകർക്കുന്ന രംഗമാണ് കണ്ടത്. കരളലിയിക്കുന്ന രംഗങ്ങളാണ് കേരളം കണ്ടത്. 2019 നടത്തി. അന്നു മുതൽ സ്വർണം കക്കാൻ തുടങ്ങി. കട്ടിളപ്പാളിയും ധ്വജവും ദ്വാരപാലക ശില്പങ്ങളും എന്നിവയുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാം കാര്യം നിസ്സാരമാണ്, സിമ്പിൾ ഉത്തരവാണ്. അമ്പലങ്ങളൊക്കെ തന്നെ വിശ്വാസമുള്ളവർ ഭരിക്കണം. വിശ്വാസമില്ലാത്തവർ ഭരിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ മേലല്ല കണ്ണ്, ദൈവത്തിൻ്റെ സ്വത്തിൻ്റെ മേലായിരിക്കും കണ്ണ് എന്നുള്ളതാണ് ഈ സംഭവങ്ങളിലൂടെ നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനം ഒരു തീരുമാനിച്ചിട്ടുണ്ട് കൃത്യമായിട്ടും. ഈ അമ്പലക്കള്ളന്മാരെ കേരളത്തിൻ്റെ അധികാരത്തിൽ നിന്നും ഇറക്കി വിടണമെന്ന് ജനം തീരുമാനിച്ചിട്ടുണ്ട്. ആശുപത്രികൾ ഇപ്പം പറഞ്ഞു, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഉണ്ടായിരുന്നപ്പോഴാണ് ഇപ്പം ഇവിടെ റോഡും ഇല്ല, പാലവും ഇല്ല, ആശുപത്രിയും ഇല്ല. ചാണ്ടി ഉമ്മൻ MLA ആയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ വികസനം, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വികസനമല്ലാതെ പുതിയ വികസനമൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. വിഷമിക്കേണ്ട ചാണ്ടി, അടുത്ത 5 കൊല്ലം പുതുപ്പള്ളിയുടെ സുവർണ കാലഘട്ടമായിരിക്കും എന്നൊരു സംശയം വേണ്ട. പുതുപ്പള്ളിയുടെ സുവർണ കാലഘട്ടമായിരിക്കും അടുത്ത 5 കൊല്ലം. ഇതുവരെ നിങ്ങൾക്ക് നിഷേധിച്ചത് എന്തൊക്കെയാണോ അതൊക്കെ പകരം ചോദിച്ച് നമ്മൾ തിരിച്ചെടുക്കും. അതിനാണ് ഐക്യജനാധിപത്യ മുന്നണി വരുന്നത്. എന്താണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? നമ്മളിതിപ്പോൾ രാവിലെ ഞാൻ വാർത്ത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായിട്ട് 4 പേർ മരിച്ചു എന്നാണ് ആ കുടുംബം പറയുന്നത്. സർക്കാർ ഇത് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. നാട്ടുകാരെ അറിയിക്കാതെ സർക്കാർ ഇത് പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചു. അത് തിരുവനന്തപുരത്ത് ഒറ്റപ്പെട്ട സംഭവമാണോ? ജീവൻ രക്ഷിക്കേണ്ട ആശുപത്രികൾ ആളെ കൊല്ലുന്ന ആശുപത്രികളാക്കി മാറ്റിയതാണ് പിണറായിയുടെ ക്രെഡിറ്റ്. എന്നിട്ട് എല്ലായിടത്തും ബോർഡ് വെച്ചിരിക്കുകയാണ്. വികൃതമായ മുഖം വെള്ളപൂശാൻ വേണ്ടി പൊതുഖജനാവിൽ നിന്നും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പെൻഷൻ കൂട്ടാൻ പണമില്ല, ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല, പാവപ്പെട്ടവരെ സഹായിക്കാൻ പണമില്ല, മരുന്ന് വാങ്ങാൻ പണമില്ല, ഉപകരണങ്ങൾ വാങ്ങാൻ പണമില്ല. പിണറായിയുടെ വൻ ഫോട്ടോ പത്രങ്ങളിലും TV-യിലും കൊടുക്കാൻ കോടിക്കണക്കിന് രൂപ ദൂർത്തടിക്കാൻ ഇവർക്ക് പണമുണ്ട്. ഇതാണോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്? അല്ല. അതുകൊണ്ട് തീരുമാനം ജനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയാൽ വാദി പ്രതിയാവുന്ന രക്ഷയാണ്. ഇപ്പോൾ പോലീസ് എന്ന് പറയുന്ന ആർക്കാണ്? പരാതിക്കാരന് സംരക്ഷണം കിട്ടണം പോലീസിൽ. ക്രിമിനലും ഗുണ്ടകൾക്കും അടിച്ചമർത്തണം. പക്ഷേ ഇപ്പോൾ പിണറായി ഭരിക്കുമ്പോൾ സംരക്ഷണം പരാതിക്കാർക്കല്ല, ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കുമാണ് പോലീസിൻ്റെ സംരക്ഷണം. എത്രയോ സംഭവങ്ങൾ ഓരോ ദിവസം കഴിഞ്ഞുകൊണ്ടേക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണ്ണമാണ്. ഇപ്പോൾ യുദ്ധം കൂടെ വന്നതോടുകൂടി നമ്മുടെ ഗൾഫിലെ സഹോദരന്മാർക്കൊന്നും ഒരു രക്ഷയില്ല. സർക്കാർ സഹായിക്കുന്നില്ല. മോദി അമേരിക്കക്ക് സറണ്ടർ ചെയ്തു, ഇസ്രയേലിന് സറണ്ടർ ചെയ്തുകൊണ്ട് ഒരു നടപടി എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടുന്ന പോലുമില്ല. കേരളത്തിലെ കാര്യവും കഷ്ടവും. ഹോട്ടലുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. തട്ടുകടക്കാർക്കൊന്നും കച്ചവടം നടത്താൻ പറ്റുന്നില്ല. ഇതുപോലെ പ്രയാസമുള്ളൊരു കാലം ഉണ്ടായിട്ടില്ല. സർക്കാരുകളുടെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ് ഇതുണ്ടായിരിക്കുന്നത്. ഈ പിടിപ്പുകേട് പറയുക മാത്രമല്ല UDF ചെയ്യുന്നത്. UDF കൃത്യമായ ഉറപ്പുകൾ നൽകാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മാനിഫെസ്റ്റോ വരും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ
ഒരു നല്ല സർക്കാർ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞയുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി വരാൻ വേണ്ടി പോകുന്നത്. 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു. നമ്മുടെ സഹോദരിമാരിൽ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ. മെയ് മാസം 15-ാം തീയതി മുതൽ ഒരു നയാ പൈസ കയ്യിലില്ലാതെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ബസ്സിൽ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇത് ഇപ്പം പറയാണ് KSRTC പൂട്ടാൻ പോകുന്ന KSRTCയെ പൂട്ടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് UDF-ന്റെ. ഞങ്ങൾക്ക് അതിന് പദ്ധതിയുണ്ട്, വെറുതെ പ്രഖ്യാപിച്ചതല്ല. കർണാടകത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടുത്തെ KSRTC പൂട്ടിയിട്ടില്ല. തെലങ്കാനയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്, അവിടെ പൂട്ടിയിട്ടില്ല. ഇത് വെറുതെയല്ല, KSRTCക്ക് ഒരു നഷ്ടം ഉണ്ടാവില്ല. ഈ സൗജന്യ യാത്ര വരുന്നതോടുകൂടി യാത്രക്കാരികളുടെ എണ്ണം കൂടും. നമ്മുടെ സഹോദരിമാരൊക്കെ KSRTCയിലേക്ക് കയറും. അപ്പൊ KSRTCക്ക് വരുമാനം വർദ്ധിക്കുകയാണ്. ഇത് ആ വരുമാനം സബ്സിഡിയായി ഗവൺമെന്റ് കൊടുക്കും. പിന്നെ കട്ടപ്പുറത്ത് കിടക്കുന്ന വണ്ടികളിലൊക്കെ എടുത്ത് നന്നാക്കിയെടുക്കണം. കുറെ കൂടി കംഫർട്ടബിൾ ജേണി ഉണ്ടാക്കി കൊടുക്കണം. KSRTCയെ ലാഭകരമാക്കിക്കൊണ്ട് പെൻഷൻകാരായിട്ട് കിടക്കുന്നവർക്ക് പോലും പെൻഷൻ കൊടുത്തിട്ട് കാലത്തിനായി ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ദ്വിമുഖ പദ്ധതിയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ UDF ആഗ്രഹിക്കുന്നത്. പെൻഷൻ 3000 2500 കൊടുക്കാന്ന് പറഞ്ഞാൽ 5 കൊല്ലമായിട്ട് 4.5 കൊല്ലവും കൊടുത്തത് 1600. പഞ്ചായത്ത് ഇലക്ഷൻ തൊട്ട് മുമ്പേ ഇത് 2000 ആക്കി. പറഞ്ഞ 2500 ഇതുവരെ കൊടുത്തിട്ടില്ല. ഞങ്ങൾ പറയുന്നു UDF വന്നാൽ 3000 രൂപയാക്കി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇവിടെ പറയുന്ന പോലെ നമ്മളെ പെൺകുട്ടികൾ കോളേജിൽ പോയാൽ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ, അവർക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ല. 1000 രൂപ വെച്ച് നമ്മുടെ പെൺകുട്ടികൾക്ക് പഠിക്കുന്നവർക്ക് പോക്കറ്റ് മണി കൊടുക്കും എന്ന് തീരുമാനിച്ചു. 5 ലക്ഷം രൂപ വെച്ച് ഒരു ചെറുകിട സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരൻ വന്നാൽ പലിശയില്ലാതെ വായ്പയായി 5 ലക്ഷം കൊടുക്കും. അവനെ സഹായിക്കും, ശക്തിപ്പെടുത്തും, സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, അവന് വരുമാനം ഉണ്ടാക്കി കൊടുക്കും. പിന്നെ ചികിത്സയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു കാരുണ്യ പദ്ധതി. അന്ന് പാവപ്പെട്ടവർ പറയുമായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും മഹാമാരി വന്നാൽ ഞങ്ങൾക്കിപ്പം പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു മഹാമാരി വന്നാൽ ഞങ്ങളെ കുടുംബത്തെ രക്ഷിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ട് എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് അന്നവർ പറഞ്ഞതാ. പിന്നീട് ഇടപെടൽ വന്നു. ഇപ്പോൾ സർക്കാരും ഇല്ല, ആശുപത്രികളിലൊക്കെ തകർന്നിരിക്കുന്നു, മരുന്നില്ല, ഉപകരണങ്ങളില്ല. ക്യാൻസർ വന്നാൽ, കിഡ്നിക്ക് ട്രാൻസ്പ്ലാന്റേഷൻ വന്നാൽ, ഹാർട്ട് ഓപ്പറേഷൻ വന്നാൽ ഒരു മാർഗവുമില്ല പാവപ്പെട്ടവർക്ക്. സർക്കാർ ആശുപത്രിയിൽ പോയാൽ ഡേറ്റുകളുമില്ല. ഒരു വിഹത്തായ പദ്ധതി രാജസ്ഥാനിലെ കോൺഗ്രസ് ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതിയാണ് ചിരഞ്ജീവി. 25 ലക്ഷം രൂപ വരെ ചികിത്സ, 25 ലക്ഷം രൂപ വരെ ചികിത്സക്കായുള്ള സഹായം ഇൻഷുറൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ 850 രൂപയാണ് പ്രീമിയമായി ഒരു കൊല്ലം അടക്കേണ്ടത്. അതും എല്ലാവർക്കും അടക്കണ്ട, പാവങ്ങൾക്ക് വേണ്ട. 25 ലക്ഷം രൂപ പ്രീമിയമായി അടക്കുന്ന ഇൻഷുറൻസ് പദ്ധതി. 25 ലക്ഷം രൂപ, 850 രൂപ പ്രീമിയമായി അടക്കുമ്പോൾ 25 ലക്ഷം രൂപ കിട്ടുന്നു. ഇതെല്ലാം UDF-ന്റെ 5 പദ്ധതികളിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഗ്യാരണ്ടി കാർഡ് വരും. ഇത് വെറുതെ പറയുന്നതല്ല, പ്രിന്റ് ചെയ്ത കാർഡ് വരും. അഭ്യർത്ഥന കൂടെ വീട്ടിൽ പോയി പറയണം. കോൺഗ്രസ് നേതാക്കന്മാർ ഒപ്പിട്ട, UDF നേതാക്കന്മാർ ഒപ്പിട്ട ഇത് ഗ്യാരണ്ടിയാണ്, ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. സർക്കാർ വന്നാൽ നിങ്ങൾക്ക് പറയാൻ ചോദിക്കാം, നിങ്ങളുടെ ഗ്യാരണ്ടി നടപ്പിലാക്കിയോ ഇല്ലയോ? ഞങ്ങൾ അന്തസ്സായി പറയും, ഞങ്ങളുടെ ഗ്യാരണ്ടി നടപ്പിലാക്കി എന്ന് പറയും. അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ടാണ് ആ ഗ്യാരണ്ടി കാർഡുകളുമായി ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക. ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ആ സ്കീം നടപ്പിലാക്കുന്നത്. കാരണം കേരളത്തിൽ കാരുണ്യമെന്ന് പറയുന്നത് നമ്മളാർക്കും കൊടുക്കുന്നതല്ല. ഞാൻ ഉമ്മൻചാണ്ടിയെ ഞാൻ പറഞ്ഞു, ഞാൻ കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോഴാണ് ജനസമ്പർക്ക പരിപാടി നടക്കുന്നത്. രാവിലെ 8 മണിക്ക് തുടങ്ങിയ പരിപാടി പുലർച്ചയ്ക്ക് അവസാനിച്ചത് 5:30 മണിക്കാണ്, പിറ്റേന്ന് പുലർച്ചയ്ക്ക്. നമ്മളൊക്കെ തളർന്ന് വീണുപോയി. ഉമ്മൻചാണ്ടി തളർന്നില്ലായിരുന്നു, തളരില്ല. കാരണം അങ്ങേയറ്റത്ത് നിൽക്കുന്നവൻ്റെ സങ്കടം കാണാനുള്ളൊരു മനസ്സ് ഉമ്മൻചാണ്ടിക്കുണ്ട്. പ്രയാസവും ബുദ്ധിമുട്ടും
പരിദേവനങ്ങളുമായി വരുന്നവരെ അവൻ്റെ മനസ്സിലെ ചിന്താഗതി എന്താണെന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ആ മുഖ്യമന്ത്രികൾ. അതുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ ആ കല്ലറയിൽ പോയി ആളുകൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ജനങ്ങളും ഒരുപോലെ മരിച്ചു കഴിഞ്ഞിട്ടും അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആശ്വാസം നേടിയെത്തുന്നത്. ഇത് നിങ്ങളിതുപോലെ കല്ലെറിഞ്ഞ് വേറൊരാളില്ല. യുനെസ്കോയുടെ അവാർഡ് വാങ്ങിച്ച് ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കണ്ട മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ പരിഹാരം കണ്ട മുഖ്യമന്ത്രി എന്ന് യുനെസ്കോ അംഗീകാരം കൊടുത്ത് ആ അവാർഡും വാങ്ങിച്ച് കേരളത്തിൽ ഏറ്റവും സന്തോഷത്തോടെ കൂടെ വന്ന ഉമ്മൻചാണ്ടിയെ എതിരേറ്റത് നിങ്ങൾ എങ്ങനെയായിരുന്നു? കേരളം കണ്ടതല്ലേ ഇത്? ഇപ്പോഴും ആളുകൾ ഇത് പറയുമ്പോൾ ആളുടെ കണ്ണിൽ കണ്ണീര് വീഴും. ആ മനുഷ്യനെ നിങ്ങൾ എത്ര മാത്രം. കഴിഞ്ഞ ദിവസം ഒരു നാടകം കണ്ടു നമ്മളെ കണ്ണൂരിൽ. നിങ്ങൾ കണ്ടതല്ലേ നാടകം? സഹോദരി ആയതുകൊണ്ട് ഞാനതൊന്നും വിവരിക്കുന്നില്ല. പക്ഷേ കടന്ന കൈയായിപ്പോയി അത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ തലയിലുണ്ടായത് നാടകത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിക്കല്ല, ചോരയായിരുന്നു, കല്ലെറിഞ്ഞത്. അപ്പം നിങ്ങളെ വേട്ടയാടിയ ഉമ്മൻചാണ്ടി പാവങ്ങളുടെ രക്ഷകനായിട്ട് സാധാരണക്കാരുടെ ഏറ്റവും വലിയ തോഴനായി നിന്നു. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞിട്ടും ഉമ്മൻചാണ്ടി ജനങ്ങളുടെ മനസ്സിനകത്ത് പൂർവാധികം ശക്തിയോടെ ജീവിക്കുന്നത്. നിങ്ങൾ ആ ഓർമ്മകളെ പോലും പേടിക്കേണ്ടി വരും മിസ്റ്റർ പിണറായി എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ ഓർമ്മകളെ പോലും അതുകൊണ്ടാണ് ഞങ്ങൾ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സ്കീം, പാവപ്പെട്ടവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സ്കീമുണ്ട്. ഞങ്ങൾ ആലോചിച്ചു, UDF നേതാക്കന്മാർ ആലോചിച്ചു. ഈ പദ്ധതിക്ക് എന്ത് പേര് കൊടുക്കണം? ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായില്ല. ഒരേ ഒരു പേര് മാത്രം അവിടെ വന്നു. ഇന്ദിരാജിയുടെ പേരിലാണ് ആ മറ്റ് പദ്ധതികൾ, പെൻഷൻ പദ്ധതികൾ, എല്ലാ പദ്ധതികളുമെങ്കിലും. രണ്ടാമത് ആരോഗ്യരംഗത്തെ പേര് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായി പറഞ്ഞു ഈ പദ്ധതിയുടെ പേര് ഉമ്മൻചാണ്ടിയുടെ പേരിലായിരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചാണ്ടി ഉമ്മൻചാണ്ടി ആവാൻ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും ഇനിയും. അങ്ങനെയാണ്. പ്രായവും അനുഭവ സമ്പത്തും പരിചയവുമാണ് നമ്മളെ വലുതാക്കി മാറ്റുന്നത്. പക്ഷെ എനിക്ക് ചാണ്ടിയിൽ കാണാൻ കഴിയുന്ന ഒരു ഉമ്മൻചാണ്ടിയുടെ ഗുണം, പാവങ്ങളുടെ സങ്കടം കാണുമ്പോൾ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് ഈ ചാണ്ടിക്കുമുണ്ട് എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടമാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ സ്വത്ത്, സമ്പാദ്യം. പണവും പ്രതാപവും അധികാരവും ഒന്നുമല്ല. തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പാവപ്പെട്ടവൻ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാൻ കഴിയാതെ ജീവിത പ്രാരബ്ധങ്ങളാൽ വലയുന്നവൻ അത്താണിയുമായി വരുമ്പോൾ എല്ലാം നമുക്ക് ശരിയാക്കി കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അവരെ കേൾക്കാനുള്ള ഒരു മനസ്സ്, അവരോടൊപ്പം നിൽക്കാനുള്ള ഒരു മനസ്സ്, ചെയ്യാൻ കഴിയുന്നത് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവുകയാണ്. എനിക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്നും ചാണ്ടിയെ അറിയാം. ചാണ്ടി അത്തരം കാര്യങ്ങളിൽ പാവങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന നേതാവാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് കുറേ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ശക്തനായി, കരുത്തനായി, ജനഹൃദയങ്ങളിൽ പൂർണ്ണമായും ജീവിക്കുന്ന നേതാവായി ചാണ്ടി മാറപ്പെടും. രണ്ടാമത്തെ ഒരു അവസരം ചാണ്ടിക്ക് ഇവിടെ കിട്ടുകയാണ്. പുതുപ്പള്ളിയുടെ മുഖഛായ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. അതൊക്കെ ശരിയാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഐക്യജനാധിപത്യ മുന്നണിക്കും പാർട്ടിക്കുമുണ്ട് എന്നുള്ള കാര്യം അടിവരയിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ മണ്ഡലം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട മണ്ഡലമാണ് പുതുപ്പള്ളി മണ്ഡലം, ഉമ്മൻചാണ്ടി പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ. അതുകൊണ്ട് ആ മണ്ഡലത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ എക്സ്ട്രാ കെയറോടുകൂടി നോക്കി നടപ്പിലാക്കാൻ പാർട്ടിയുടെയും UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെയും സഹായവും സ്വപ്നവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാകില്ല. അതിന് നിങ്ങൾ ഇപ്രാവശ്യം വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ചാണ്ടി ഉമ്മനെ വിജയിപ്പിക്കുക, നിയമസഭയിലേക്ക് അയക്കുക. കേരളം നമ്മൾ പിടിക്കും, കേരളം നമ്മൾ ജയിക്കും, കേരളം നമ്മൾ ഭരിക്കും. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. അടുത്തതായി ഇലക്ഷൻ കമ്മിറ്റി അനൗൺസ് ചെയ്യുന്നതിനായി UDF നിയോജക മണ്ഡലം കൺവീനർ ശ്രീ കുഞ്ഞു പുതുശ്ശേരിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ്, ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരികൾ ശ്രീ ജെയിംസ് കുന്നപ്പള്ളി, ശ്രീ സലിം പി മാത്യൂസ്, ശ്രീ VO പുരുഷോത്തമൻ നായർ, ശ്രീമതി സുധാ കുര്യൻ, ശ്രീ തമ്പി ചന്ദ്രൻ, ശ്രീ KT മാർക്കോസ്,
ശ്രീ PM മാത്യു, ശ്രീ PG രവീന്ദ്രൻ, ശ്രീ KK അപ്പക്കുട്ടൻ നായർ, അഡ്വക്കേറ്റ് സണ്ണി പാമ്പാടി, ശ്രീ ജോസഫ് പണിച്ചിറ. ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി രാധാവി നായർ, വൈസ് ചെയർമാൻമാർ ശ്രീ ആന്റണി തുപ്പലഞ്ഞി, ശ്രീ ബാബു കേക്കവര, സാബു പുതുപ്പറമ്പൽ, ശ്രീ മാതച്ചൻ താമരശ്ശേരി, ശ്രീ JG പാലക്കലോടി, ശ്രീ ജോയ് കൊറ്റത്തിൽ, ശ്രീമതി ലതാകുമാരി സലിമോൻ, അനിയം മാത്യു, AC ബേബിച്ചൻ, ശ്രീ സാജു M ഫിലിപ്പ്, മാതച്ചൻ പാമ്പാടി, അഡ്വക്കേറ്റ് പ്രകാശ് പാമ്പാടി, ഷേർലി തെരിയൻ, MB ആൻഡ്രിയോസ്, തോമസ് ചെറിയാൻ, OC ജേക്കബ്, KS വാസുദേവൻ നായർ, ശ്രീ NI മത്തായി, സാബു ഒഴുങ്ങാലിൽ, ശ്രീ അബ്ദുൾ മനാഫ്. ഈ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ ജോഷി ഫിലിപ്പ്. ഈ കമ്മിറ്റിയുടെ കൺവീനർമാർ ശ്രീ KK രാജു, ശ്രീ KB ഗിരീശൻ. ഈ കമ്മിറ്റിയുടെ ട്രഷറർ ശ്രീ കുഞ്ഞു പുതുശ്ശേരി. ജോയിന്റ് കൺവീനർമാർ ശ്രീ സുനിൽ തോമസ്, ശ്രീമതി ഗീത രാധാകൃഷ്ണൻ, ശ്രീ ജെസ്സി ഫിലിപ്പ്, രമേശ് നടരാജൻ, മിനി ഫിലിപ്പ്, സിനി മാത്യു, PS ഉഷാകുമാരി, ഗ്രേസി കരിമന്നൂർ, മോനിച്ചൻ കിഴക്കേടം, അഡ്വക്കേറ്റ് വിമൽ രവി, ശ്രീ MC ബാബു, ശ്രീ CD ലൂക്കോസ്, ജോസ് തോമസ് അരക്കൽ, KV മുരളീധരൻ നായർ, ടോമി മേക്കാട്ട്, സന്ധ്യ സുരേഷ്, MS വിജയൻ, EK പ്രകാശൻ, അമ്പിളി മാത്യു, ഗായത്രി ബിനു, ശ്രീ KK ജേക്കബ്, ബാബു ചെറിയാൻ, റജി M ഫിലിപ്പോസ്, സിന്ധു വിശ്വൻ, ശ്രീമതി ലതാ മോഹനൻ, അനിൽ കൂരോപ്പട, ശ്രീമതി ആശ ബിനു, ലിസമ്മ ബേബി, റെജി ചാക്കോ, മേരിക്കുട്ടി മർക്കോസ്, KB ഫിലിപ്പ്, TG ബാലേന്ദ്രൻ നായർ കൂരോപ്പട, ശ്രീ KM ബാലേന്ദ്രൻ, ശ്രീ TP ജോസഫ്, ശ്രീ ജോബ് പൊങ്ങമ്പാറ, തോമസ് ജോൺ, ഫിലിപ്പ് തകടിയിൽ, ബിനോയ് ചെമ്പകശ്ശേരിൽ, മാത്തുക്കുട്ടി ചൂർണവേലിൽ, ജോയ് കമ്പിയിൽ, ശ്രീ ജോസ് മാത്യു, KS ചെറിയാൻ അയർക്കുന്നം, JC തറയിൽ, ശ്രീ മനു പാമ്പാടി, വേണുഗോപാൽ നായർ, ശ്രീ രാജു പുതുമന, തങ്കപ്പന, ശ്രീ ലാലു ചേറ്റെടുത്ത് പറമ്പിൽ, ശ്രീ ജോയ് ഏറത്ത്, ശ്രീ ലിജോയ് അബ്രഹാം, രാജു P ജോൺ, EG പുറപ്പാട്ട്, അനീഷ് ഗ്രാമറ്റം, ബേബി ചക്കുപാറ. ഈ നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസറിന്റെ ചുമതല ബഹുമാനായ ശ്രീ NJ പ്രസാദിനായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലം ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർമാർ ശ്രീ PP പുന്നു സ്വാഗതാനം, ശ്രീ സാം K വർക്കി പുതുപ്പള്ളി, PM സ്കറിയ മീരണം, ശ്രീ KR ഗോപകുമാർ പാമ്പാടി, ശ്രീ ബിനു പാതയിൽ മണർകാട്, TS ഉണ്ണികൃഷ്ണൻ നായർ കൂരോപ്പട, ശ്രീ ജിജി നാഗമറ്റം അയർക്കുന്നം, അഡ്വക്കേറ്റ് ബിജു പറമ്പകത്ത് അകലക്കുന്നം. ഈ കമ്മിറ്റിയുടെ മീഡിയ കമ്മിറ്റിയുടെ കൺവീനർ അഡ്വക്കേറ്റ് സിജു കൈസർ. ഇതിന്റെ ജോയിന്റ് കൺവീനർ ശ്രീ മാത്യു കിഴക്കേടം, ആഷ്ണി M എബ്രഹാം, രതീഷ് ഗോപാലൻ, സതീഷ് മാത്യു അഞ്ചേരി, ജസ്റ്റിൻ പുതുശ്ശേരി, ശ്രീ CJ കുര്യാക്കോസ്. പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ജോയിസ് കൊറ്റത്തിൽ. വൈസ് ചെയർമാൻമാർ ശ്രീ ജെയ്സൺ പെരിവേലി, മനോജ് P നായർ. ജനറൽ കൺവീനർ ശ്രീ ഷാൻഡി ജോൺ. ജോയിന്റ് കൺവീനർമാർ ജസ്റ്റിൻ ജോൺ, രതീഷ് തോട്ടപ്പള്ളി, പ്രിൻസ് പാമ്പാടി, ജയേഷ് കുരുവിള, ബിബിൻ എലഞ്ഞിത്തറ, അബ്ദുൾ മനാഫ്, ശ്രീ ടോംസൺ ചക്കുപാറ. കുടുംബയോഗം കമ്മിറ്റിയുടെ കോർഡിനേറ്റർമാർ ശ്രീ VS ഗോപാലകൃഷ്ണൻ നായർ, ശ്രീ ബിജു പുത്തൻകുളം. എല്ലാവരെയും സഹകരണത്തിന്, സ്നേഹത്തിന് ഒരിക്കൽ കൂടി ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ശക്കരം മുന്നേ ഇവിടെ മതിയോ? തമ്പി കൂടി എടാ അവിടെ വരെ ഉണ്ട്. ക്യാമറമാര് നിൽക്കണ്ട എല്ലാവരും കയറി. ഇത്തരത്തിൽ
നമ്മുടെ ട്രൈപ്പോഡ് എടുക്കുന്നില്ലേ? ആ ഇല്ല, അവർ വണ്ടി പറഞ്ഞു അതന്നെ പ്ലാൻ ചെയ്യാതെ. പിന്നെ അമ്മയ്ക്ക് ഉണ്ട് അതെല്ലാം അറിയുന്നുണ്ട്. അവരുമായിട്ട് കൊതുമായിട്ട് ഇതെല്ലാവരും മൊത്തം ആണല്ലേ, ബന്ധങ്ങളില്ല. അങ്ങനെ അങ്ങനെ അവിടെ കൊണ്ട് തീരും. അത് പുള്ളി കേസി അവിടുന്ന് കയറ്റി വിട്ട് പരിപാടി അങ്ങനെ ആയിരിക്കും. ഇത് അവസാനം ചുമ്മാ വലിച്ചു നീട്ടിയല്ലേ? വലിച്ചു നീട്ടിയതിന് ആൾക്കാരുടെ ഫ്രണ്ട് ഈ കോൺഗ്രസ്